മുഖം കെട്ടി വലിച്ച് നടക്കുന്നത് പോലെ, ഒരു ഭാരം കൊണ്ട് നടക്കുന്നത് പോലെ, ഒരു ഉയർച്ചയില്ലാതെ നമ്മൾ കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നു, രാപകലില്ലാതെ അധ്വാനിക്കുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കാതെ ആയി പോകുന്ന അവസ്ഥകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെല്ലാം കാരണം എന്തായിരിക്കും അതിൻ്റെ വിഷയങ്ങൾ? അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ സാധിക്കും? നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മൾ വചനം എന്താണ് നമ്മെക്കുറിച്ച് പറയുന്നത്? നമ്മൾ ക്രിസ്തുവിൽ ആരാണ്? പ്രൈസ് ദി ലോർഡ് എന്നുള്ള വെളിപ്പാടുകളാണ്, ദൈവവചന അറിവുകളും വെളിപ്പാടുകളുമാണ് നമ്മെ ഒരു പുതിയ മേഖലകളിലേക്ക് എത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊടുക്കുന്നവരായി നമ്മൾ മാറേണ്ടതിന് നമുക്ക് എങ്ങനെ അങ്ങനെ ആയി തീരാൻ സാധിക്കും? എത്ര പേർക്ക് ഒരാഗ്രഹമുണ്ട്, ഞാൻ ഒരു അനുഗ്രഹമായി മാറണം? അത് ഒരു ദേശത്തിന്, സഭയ്ക്ക്, കുടുംബത്തിന്, എല്ലാ ഇടങ്ങളിലും ഞാൻ ഒരു അനുഗ്രഹമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ആയിത്തീരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാണ്. അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, അനുഗ്രഹം അനുഭവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ഈ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കണം? നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് വെറുതെ വന്നതുപോലെ മടങ്ങിപ്പോകാനല്ല. നമ്മൾ ഹൃദയത്തിനകത്ത് ഈ വചനം വിത്ത് വീഴണം. അത് 100 മടങ്ങായി ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഭൗതിക തലങ്ങളിൽ അത് വെളിപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്? ആ വ്യക്തി രക്ഷിക്കപ്പെട്ടത് 25 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പ് നിങ്ങൾ യേശുവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം, ഒരു 10 വർഷത്തിന് മുമ്പ് അറിഞ്ഞ വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങളുടെ മൊത്തമായിട്ട് നിങ്ങളെ ഒന്ന് നോക്കുമ്പോൾ, നിങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങൾ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ഭൗതികത്തിലും ആത്മീകത്തിലും ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ തുടരുന്ന, അതുപോലെ അവർ വിശ്വാസിയായിട്ടിരിക്കുന്നു, ഇന്നും കടക്കാരനായിട്ടിരിക്കുന്നു, ഇന്നും ഞെരുക്കത്തിൽ കിടക്കുന്നു, ഇന്നും രോഗിയായിട്ടിരിക്കുന്നു, ഇന്നും നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നില്ല. നിങ്ങൾ തൊടുന്നതൊക്കെയും പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ മാറ്റമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഇതാണ് ബോധവൽക്കരണമാണ്. ഒരു വചനം എന്ന് പറയുന്നത്, ഒരു വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് അറിയാം. ദേശത്തിൽ ഒരു കൊറോണ വന്നപ്പോൾ പഞ്ചായത്തുകാരും കോർപ്പറേഷൻകാരും മുനിസിപ്പാലിറ്റിക്കാരും ഒക്കെ കൊറോണയ്ക്ക് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള ബോധവൽക്കരണങ്ങൾ തന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കൊതുക് നിവാരണത്തിന് വേണ്ടി എന്ത് ചെയ്യും? ആൾക്കാർ ഇറങ്ങി വന്ന് നമ്മൾ ബോധവൽക്കരണം ചെയ്യുന്നത് ആണ്. അതുപോലെ ഒരു ബോധവൽക്കരണമാണ് ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന് വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തി തരിക എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതോ നിങ്ങൾ മറന്നുപോയതോ ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ പിശാച് എന്ത് ചെയ്ത് മറച്ചു കളയുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് തുറന്ന്, എന്താണ് ഞാൻ, ആരാണ്, എന്താണ് ഞാനൊരു ദൈവവൈതനാണ്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങളാണ് നമ്മളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം എന്നത് അത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ചത്ത വിശ്വാസം എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ വിശ്വസിക്കുന്ന വചനം അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഭയങ്കര സ്ഫോടനങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. നമ്മളെ എല്ലാ ആഴ്ചകളിലും ആരാധനയ്ക്ക് വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു, നമ്മൾ പറയുന്നു, ബൈബിൾ നോക്കി നമ്മൾ വരികയാണ്, ബസ് പിടിച്ചു വരുന്നു, ഓട്ടോറിക്ഷ പിടിച്ചു വരുന്നു, കഷ്ടപ്പെട്ട് വരുന്നു, 10, 20, 30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വന്നിട്ട് വെറുതെ വന്നിരുന്ന് പോകുന്നവരായിട്ടല്ല, നമ്മൾ ഒരു വലിയ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം. നമ്മുടെ ലെവല് മാറണം, നമ്മുടെ സ്ഥിതി മാറണം, നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് മാറണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതാണ് ആത്മീക ജീവിതത്തിലെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. ഒരു ബേസ് നമുക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തില് ഒരു ബേസ് ഉണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 26 മുതൽ നമുക്കത് വായിക്കാം. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടി സംഭവിക്കണം എന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പുതിയ നിയമ അടിസ്ഥാനത്തിൽ വലിയ റിവൈവൽ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് എല്ലാ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞിട്ട് ഒന്ന് കൂടിയിരുന്ന ജനം അതുപോലെ അങ്ങ് ഇരുന്നോ? അവർക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഒരു വ്യത്യാസം ഉണ്ടായി. പറയണം, എഴുന്നേക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകണം. അങ്ങനെ വേണം ഇരുന്നിട്ട് എഴുന്നേക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവർ 1-ാം അധ്യായത്തിനകത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഇരുന്നവർ അതുപോലെ പിന്നെ പൊടിയും തട്ടി പോയില്ല. അതിന് പകരം അവരങ്ങോട്ട് എഴുന്നേറ്റ് ശക്തമായ ശുശ്രൂഷകരായി മാറുകയാണ്. അതിന് കാരണം അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുന്നത് പോലെ ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരുന്നവരുടെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ നോക്കിയപ്പോൾ അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെ ആകെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിരിക്കുന്നവൻ കോട്ടുമായി ഇടുമ്പോൾ നമ്മൾ അവൻ്റെ നാക്ക് കാണാം. അല്ലാതെ ദൈവത്തിൻ്റെ നാക്കൊന്നും ഇവിടെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി കോട്ടുമായി വിട്ട് പകുതി മയക്കത്തിൽ വന്നിരിക്കും. നമുക്ക് തീയും ഇല്ല, പുകയും ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രൈസ്. അടുത്തിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണണം ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. ദൈവത്തിന്റെ ആ തീയുടെ നാവ് നമ്മൾ കാണണം, അത് അറിയണം, അത് അനുഭവിച്ചറിയണം. ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നത് നമ്മൾ അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. കൂടി ഇരിക്കുന്നവരെ ഇരിക്കേണ്ട രീതിയിൽ ഇരുന്നാൽ അവിടെ കുലുങ്ങുന്ന ദൈവശക്തി വെളിപ്പെടുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയാൽ ആള് മാറും. ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മാറും. ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ നാണം മാറും. എല്ലാം മാറ്റാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവശക്തി ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇരിക്കുമ്പോൾ സ്തോത്രമൊക്കെ പറഞ്ഞ് ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് നന്നായിട്ട് ചൂടായിട്ടിരിക്കണം, തീ പോലെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നാൽ ഇന്ന് ചിലത് പ്രാപിച്ചുകൊണ്ട് പോകാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ കെട്ടുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറാൻ പോവുക. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവമക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപമാണ് ദാരിദ്ര്യം. പ്രൈസ് ദി ലോർഡ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതും ക്രൂശിക്കപ്പെട്ടതും മരത്തിന്മേൽ തൂങ്ങപ്പെട്ടതും ദൈവവചനം എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്കെഴുതിയ ലേഖനം
3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി നമ്മുടെ സകല ശാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തു? മരത്തിന്റെ മേൽ തൂങ്ങപ്പെട്ടു, ശാപമായി മാറി. അപ്പൊ ശാപത്തിന്റെ ലക്ഷണം എന്താണ്? ശാപം പിടിച്ച ഒരു വ്യക്തി എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം? ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു അനുഗ്രഹവും ആ വ്യക്തിയുടെ മേൽ കാണത്തില്ല. ഒരു ലക്ഷണമാണ് എന്നും രോഗം. പ്രൈസ് ദി ലോർഡ്. എന്നും രോഗം അതൊരു ശാപലക്ഷണമാണ്. കാരണം എന്നും രോഗത്തിനായിട്ടല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. ഹല്ലേലൂയ. എന്നും ദാരിദ്ര്യം, അപ്പോൾ ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. കൂട്ടുകാരില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, ഏകാന്തത ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. എപ്പോഴും ദുഃഖം ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. ആരോഗ്യമില്ലാത്ത ശരീരം ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. തലമുറയില്ലാത്ത വ്യക്തികൾ ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. വിവാഹം നടക്കുന്നില്ല, ഒരു ശാപത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വീടില്ല, സ്ഥലമില്ല, ശാപത്തിന്റെ ലക്ഷണമാണ്. എന്നും വാടക കെട്ടിടത്തിനകത്ത് കിടക്കുന്ന അവസ്ഥ ഒരു ശാപത്തിന്റെ ലക്ഷണമാണ്. കാരണം യേശു ക്രിസ്തു വന്നു, പാമ്പുകൾക്ക് മാളമില്ല, പറവകൾക്ക് ആകാശമില്ല, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എന്നാൽ വചനം കർത്താവ് പറയുന്നു, ഞാൻ ഈ ഭൂമിയിൽ ദരിദ്രനായി വന്നത് നിങ്ങളെ സമ്പന്നരാക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, ആ കർത്താവ് അനുഭവിച്ച കഷ്ടം, കർത്താവ് അനുഭവിച്ച വീടില്ലാത്ത അനുഭവം, ദാരിദ്ര്യം, ദുഃഖം, ആ രോഗം ശീലിച്ചവനായിട്ടിരുന്നത്, തൻ്റെ ശരീരത്തിൽ അടിപ്പിണരുകളേറ്റത്, തൻ്റെ രക്തം ചൊരിഞ്ഞത്, താന് ആ മരക്കുരിശിൽ കിടന്നത്, ഇത് മുഴുവനും വൃഥാവാക്കി കളയുന്ന ജീവിതമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിനെ അപമാനിക്കുന്ന ജീവിതം, ക്രൂശിനെ കളിയാക്കുന്ന ജീവിതം, ക്രൂശിന്റെ ആ അനുഭവത്തെ ത്യജിച്ചുകൾ, അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് ഉയർത്തെഴുന്നേറ്റു, ആ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റതിന്റെ ആ ഫലം നമ്മുടെ ജീവിതത്തിലില്ല. അത് പരിപൂർണമായി വെളിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. എന്തായിരിക്കും ആ വിഷയം? നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പാടില്ല. നമ്മൾ ആരാണെന്നുള്ള വെളിപ്പാട് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശാപഗ്രസ്തരായിരിക്കുകയാണ്. ആ ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നത് പോലെ മനുഷ്യൻ എന്ത് ചെയ്യുക? അന്ന് മുതൽ എന്ന് ശാപം പിടിച്ചവനായി മാറി, തേജസ് നഷ്ടപ്പെട്ട്, സകല തേജസ്സിലും കർത്താവ് സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ അടക്കി വാഴുക. ഈ ലോകത്തിലുള്ള സകല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. പിതാവായ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് പാമ്പഴയുന്നത് പോലെ അടയാനല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാളയെ പോലെ മുഖം വലിച്ചുകൊണ്ട് നടക്കാനല്ല, കണ്ണുനീരോടെ ജീവിക്കാനല്ല, ദുഃഖത്തോടെ ഇരിക്കാനല്ല, സന്തോഷത്തോടെ ജീവിപ്പാൻ, സമൃദ്ധിയോടെ ജീവിപ്പാൻ, ആരോഗ്യത്തോടെ ജീവിപ്പാൻ, ദീർഘായുസോടെ ജീവിപ്പാൻ, തലമുറയോടുകൂടി ജീവിപ്പാൻ, പുഷ്ടിയോടെ ജീവിപ്പാൻ, യജമാനനായി ജീവിപ്പാൻ, ദേശത്തെ അടക്കി ഭരിക്കാൻ, ഹല്ലേലൂയ, മൃഗങ്ങളെയും സസ്യങ്ങളെയും ഭൂചര ജന്തുക്കളെയും സകലത്തിനെയും അധികാരത്തോടെ ഭരിപ്പാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എല്ലാവരും പറഞ്ഞിട്ട്, എന്നെ സൃഷ്ടിച്ചത് ഭരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞിട്ട്, എന്റെ വിളി എന്താണെന്ന് അറിയാമോ? ഞാൻ ഭരിക്കാൻ, ഞാൻ രാജാവാണ്. കാരണം കർത്താവ് രാജാതി രാജാനായതുകൊണ്ട് കർത്താവൻ പറയാണ്, എന്നിൽ വിശ്വസിക്കും രാജ പുരോഹിത വർഗമാണ്, രാജാവാണ്, അവൻ ഭരിക്കുന്നവനാണ്, അവൻ യജമാനനാണ്. ദൈവം നമ്മെ വിളിച്ചത് യജമാനനായിട്ടാണ്, ദാസനായിട്ടല്ല, യജമാനനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുഷ്ടിയുള്ളവരായിരിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവവചനം പറയുന്നു, നീ ഒരു നീതിമാനായിരിക്കും, നീ പന പോലെ തഴച്ചു വളരും, നീ ആറ്റരുകത്ത് നട്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെ ആകും, നിന്റെ ഇല വാടി പോകത്തില്ല, നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്റെ യഹോവയാകുന്നു, ഞാൻ നിന്റെ ഇടയനാകുന്നു. യഹോവ ഇടയനായിരിക്കുന്നവന്റെ അനുഭവം എന്താണ്? അവന്റെ വീട്ടിലോ അവന്റെ ജീവിതത്തിലോ മുട്ടുണ്ടാകില്ല. വചനം പറയുന്നു, എന്ത് പറയുന്നു? യഹോവ ഇടയനായാൽ മുട്ടുണ്ടാകില്ല. പറഞ്ഞാട്ടെ, മുട്ട് ഉണ്ടെങ്കിൽ യഹോവയല്ല ഇടയൻ, നമ്മൾ സ്വയം ഇടയനായിട്ടിരിക്കുക. ഈ വീടിന്റെ നായകൻ കർത്താവായ യേശു എന്ന് എഴുതി വെച്ചിട്ട് നമ്മളാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഭരിച്ചാൽ അത് മുടിഞ്ഞു പോകും. യഹോവ ഭരിച്ചാൽ അത് മുട്ടുണ്ടാകാത്ത അനുഭവമായിരിക്കും. നീ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നിന്റെ വിളിയിലേക്ക് നിനക്ക് കയറാൻ സാധിക്കത്തില്ല. നീ യജമാനനാണ്. ദൈവം പറയുന്നു, നിനക്ക് ഞാൻ അവകാശം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഈ ലോകത്തുള്ള സകല മനുഷ്യനെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞ വാക്കാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, സന്താനമുള്ളവരായി. അപ്പൊ സന്താനം ഇല്ലെങ്കിൽ അതെന്താണ്? ശാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇല്ലാത്ത അനുഭവം, ഇല്ലായ്മകൾ. അപ്പോൾ ജീവിതത്തിൽ ശാരീരികമായ രോഗങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യമില്ലായ്മ, ശാരീരിക ആരോഗ്യമില്ലായ്മ, എന്നും ദുഃഖവും ദുരിതവും കണ്ണുനീരും വിലാപവും, എന്നും രോഗം, എന്നും കഷ്ടം, എന്നും കണ്ണുനീര്. എന്നിട്ട് നമ്മൾ പറയുന്നു യേശു എന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. യേശു നിന്റെ രക്ഷകനാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി എവിടെയുണ്ടോ, വേദപുസ്തകം നോക്കുമ്പോൾ രക്ഷകനായ യേശു ശൂന്യമായ ഒരു ഭവനത്തിനകത്ത്, കല്യാണ വീട്ടിനകത്ത് വന്നപ്പോൾ അവിടുത്തെ ഇല്ലായ്മയെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയിട്ട് ആ വീടിനെ ഒരു അത്ഭുതമാക്കി മാറ്റി. രക്ഷകനായ യേശു ക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ മരിച്ചു കിടന്ന ലാസർ ചാടി എഴുന്നേറ്റ് പുറത്തു വന്നു. മരിച്ചവനെ തന്റെ പന്തിയിൽ കൂടെ ഇരുത്തിയവനാണ് നമ്മുടെ യേശു. പ്രൈസ് ദി ലോർഡ്. മരിച്ചവനാണ് ലാസർ. മരിക്കുന്നതിന് മുമ്പ് ലാസറിന് ഒരു വാഗ്ദത്തമുണ്ട്, നീ കർത്താവിനോടുകൂടി പന്തിയിലിരിക്കും. പക്ഷെ യേശു ആ വീട്ടിൽ വന്നപ്പോൾ മരിച്ചവൻ ചാടി എഴുന്നേറ്റു. യേശുവിന്റെ കൂടെ പന്തിയിലിരുന്നെങ്കിൽ എന്റെയും നിന്റെയും വിളി ഇതാണ്. നമ്മൾ മരിച്ചവരായിരുന്നു, തകർന്നവരായിരുന്നു, ശപിക്കപ്പെട്ടവരായിരുന്നു, ദാരിദ്ര്യം അനുഭവിക്കപ്പെട്ടവരായിരുന്നു, കടക്കാരായിരുന്നു, ഹല്ലേലൂയ, ജീവിതം മതിയെന്ന് പറഞ്ഞവരായിരുന്നു, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞവരായിരുന്നു. പക്ഷെ ഇന്ന് പകല് രക്ഷകനായ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നീ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല, ദുഃഖം അനുഭവിക്കത്തില്ല. നീ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പോകത്തില്ല. നിന്റെ അധ്വാന ഭാരങ്ങളെല്ലാം ദൈവം എടുത്തിട്ട് നിന്നെ നോക്കി പറയും, നീ യജമാനനാണ്, നീ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ രാജപുരോഹിത വർഗമാണ്. ഞാൻ നിന്നെ നീതിമാനായി വിളിച്ചിരിക്കുന്നു. നീ പന പോലെ തഴച്ചു വളരും, ദേവദാരു പോലെ പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചും ഇരിക്കും. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. ധനവും മാനവും പുരാതന സമ്പത്തും നിന്റെ കരങ്ങളിൽ ഞാൻ തരും. നീയും നിന്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെടും. ദുഷ്ടൻ അത് കണ്ട് പല്ലുകടി ചുരുങ്ങി പോകും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷന്റെ ഭവനം ഒരു ഭാര്യ മുന്തിരിവള്ളി പോലെയും മക്കൾ ഒലിവുതൈകളെ പോലെയും ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന പ്രോമിസസ്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങൾ ഇതാണ്. യഹോവ ഭക്തനായ പുരുഷന്റെ ഭവനം എങ്ങനെയിരിക്കും? അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ കടം വാങ്ങിക്കത്തില്ല, അവൻ കടം കൊടുക്കുന്നവനായി മാറും. അവന്റെ തലമുറ ഇരക്കത്തില്ല, അവന്റെ തലമുറ ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കുന്ന തലമുറയായി മാറുമെന്ന് വചനം പറയുമ്പോൾ ഇന്ന് പകൽ നീ ഡിക്ലെയർ ചെയ്യണം, നീ വായി തുറന്ന് പറയണം, യഹോവ എന്നെയും എന്റെ കുടുംബത്തെ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുന്നവന്റെ കുടുംബം എങ്ങനെയിരിക്കും? അവർ മുന്തിരിവള്ളി പോലെ, ഒലിവു തൈകളെ പോലെ മേശയ്ക്ക് ചുറ്റുമിരിക്കുമെന്ന് വചനം പറയുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതിനെ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. എങ്ങനെ പ്രാപിച്ചെടുക്കും? മത്തായി 11:12 വായിക്കാം. പെട്ടെന്ന് വായിച്ചോ. യോഹന്നാൻ സ്നാപകന്റെ നാളു മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് മേഖലകളിലാണെങ്കിലും ചുണക്കുട്ടികളായിട്ടിരുന്നാലേ, ഒരു ഓട്ടക്കളത്തിലാണെങ്കിലും ഓടാൻ കൊണ്ട് നിർത്തുമ്പോൾ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നവൻ അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്.
അവൻ ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ റെഡിയായി ഓട്ടങ്ങളിങ്ങനെ ഓടാൻ വേണ്ടി ഫിസിലടിക്കുന്നതിന് വേണ്ടി കാത്തിങ്ങനെ നിന്ന് കൃത്യമായിട്ട് മുമ്പോട്ട് പോകണേ. ഇടത്തും വലത്തും നിൽക്കുന്നവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നാൽ അവൻ ഓടും, നീ അവിടെ വായും തുറന്ന് നിൽക്കും. പ്രൈസ് എന്ത് ചെയ്യണം? അവിടെ മുമ്പോട്ട് നോക്കി ഒരൊറ്റ ഓട്ടമാണ്, അങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നില്ല. ആ ഓട്ടക്കളത്തിനകത്ത് നിന്ന് ഓടി ബിരുദ പ്രാപിക്കുന്ന ചുണക്കുട്ടികളെ പോലെയാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അവൻ വിടത്തില്ല. എന്നോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഞാൻ പ്രാപിച്ചിരിക്കും. ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യം പ്രാപിക്കും. ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനുള്ളതാണ്. ഞാൻ അങ്ങനെ ജീവിക്കും. എന്നെ ദൈവം വിളിച്ചത് അതിനാണെന്ന് വ്യക്തമായ ഉറപ്പുള്ളവർ എത്ര പേർ ഇതിനകത്തുണ്ട്? അങ്ങനെ ഒരു ചുണക്കുട്ടികളായിരിക്കുന്നവർ, അങ്ങനെ ഒരു വീര്യമുള്ളവർ, അങ്ങനെ തീഷ്ണതയുള്ളവർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നെ അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നു. ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. എന്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല. എന്റെ മാവ് കളിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, എന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ തഴച്ചു വളരും. എന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു ബലാത്കാരം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ വരും. ഞാൻ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടും. ഗലാത്യരുടെ ലേഖനം 3:13-14 അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ശാപമായി തീർന്നു, ശപിക്കപ്പെട്ടവനായി മരത്തിന്റെ മേൽ തൂങ്ങപ്പെട്ടവനായി മാറിയത് കൊണ്ട് നിങ്ങളുടെ സകല ശാപങ്ങളും യേശു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി മേലാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? വിശ്വാസത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ അബ്രഹാമിന്റെ അനുഗ്രഹം. എങ്ങനെ? അബ്രഹാമിന്റെ അനുഗ്രഹവും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ബ്ലെസ്സിങ് ഭയങ്കര. ഒന്ന് ക്രിസ്തുവിന്റെ കൂടെ, ക്രിസ്തുവിൽ നിന്നുള്ള ബ്ലെസ്സിങ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ രക്ഷിതാവായ ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ കിടന്ന കിടപ്പിൽ നിന്ന് കർത്താവ് കരം പിടിച്ച് ഉയർത്തി നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട സകല മക്കൾ എന്നുള്ള അധികാരവും അവകാശവും നമ്മളിലേക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ അധികാരം അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ഒരു വിൽപത്രമാണ്, പ്രമാണമാണ്. ഇത് തുറന്നു നോക്കിയാൽ നിനക്കകത്ത് വേറെ ഒരു പ്രവാചകനും നിന്നോട് ദൂത് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള വാഗ്ദത്ത വചനപ്രകാരം ഇടത്തോട്ടോ വലത്തോട്ടോ നീ നോക്കാതെ ഈ ദൈവവചനത്തിനകത്ത് നോക്കിയാൽ വചനം പറയുന്നു, നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അബ്രഹാമേ, നീ അകത്ത് വന്നാലും പുറത്തു പോയാൽ അനുഗ്രഹം. നിന്റെ മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുടയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. നിന്റെ മുമ്പിലുള്ള ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കും. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനം ശൂന്യമാകത്തില്ല. നീ അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസികളും കേരളത്തിലോ ഇന്ത്യയിലോ വളരെ ചുരുക്കം പേരെ ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം അഭിഷിക്തന്മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബ്ലെസ്സിങ് ഒക്കെ പ്രാപിച്ച വിശ്വാസ വീരന്മാർ മാത്രം. അല്ലാത്തവരൊന്നും ഒരു അംശം പോലും പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ പ്രാപിച്ച ബ്ലെസ്സിങ് പോലും പുതിയ നിയമത്തിനകത്തുള്ള വളരെ ചുരുക്കം പേരെ പ്രാപിച്ചിട്ടുള്ളൂ. പത്രോസിന്റെ ലൈഫ് നോക്ക്. പത്രോസിന്റെ പടകിനകത്ത് യേശു കയറിയപ്പോഴേ നിറഞ്ഞു പടക്. ശൂന്യമായ പടക്. ആ പടകിനകത്ത് യേശു കയറിയപ്പോഴേ പടക് നിറഞ്ഞു. യേശു കയറി ഉടനെ ഇപ്പൊ തന്നെ നീ സ്നാനപ്പെടണം, ഇപ്പൊ തന്നെ നിന്റെ കയ്യിലെ നൂല് അഴിച്ചു കളയണം, ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ തുഴ മാറ്റണം, ഇപ്പൊ നീ മീശ എടുക്കണം എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പടകിനകത്തോട്ട് കയറി ഉടനെ പത്രോസിന്റെ വെള്ള ഇട്ടോ കറുത്ത ഷർട്ട് ഇട്ടിരുന്ന പത്രോസിനെ കണ്ടപ്പം ഭൂതളവിയില്ല യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സുവിശേഷം വേറെയാണ്. ഇന്നൊരാളിനെ കണ്ടാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ഇതൊക്കെയാണ് പറയുന്നത്. മീശ എടുക്കണം, ജീൻസ് ഇടരുത്, ലെഗിൻസ് മാറ്റണം എന്നൊക്കെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ യേശു പത്രോസിന്റെ പടകിനകത്ത് കയറി ഉടനെ പറഞ്ഞത്, പത്രോസെ പടക് ഒരല്പം അകത്തോട്ട് കയറ്റിയിട്ട് ഞാനൊന്ന് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പടകിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. നിന്റെ ശൂന്യതകളെ ഞാൻ മാറ്റാൻ പോവുകയാണ്.
നിന്റെ ഇല്ലായ്മകളെ മാറ്റാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ രാപകൽ അധ്വാനിച്ചിട്ടും കിട്ടാത്ത നന്മ ഞാൻ നിന്റെ പടകിനെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയതിനകത്തും യേശു കയറിയ ഉടനെ പടക് നിറഞ്ഞു. ആ പടകിലും ദൈവത്തിന്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. നമ്മൾ മുട്ടുമടക്കി അയ്യോ കർത്താവ് എങ്ങനെയെങ്കിലും ഈ പഞ്ചായത്തുകാർ അനുവദിച്ച് ഒരു ഉണക്ക വീട് കിട്ടിയാൽ കൊള്ളാം, 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീർന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നാണംകേട് കൊണ്ട് തല കുനിച്ചിരിക്കുക. കാരണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വേറെയാണ്. നമുക്ക് 100 രൂപ വേണം, കല്യാണത്തിന് പോകാൻ ഒരു 500 രൂപ കിട്ടിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വളരെ തുച്ഛമായിട്ട് വളരെ 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 വില കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കണം. അബ്രഹാം ചോദിച്ചതൊരു കുഞ്ഞിനെയാണ്. ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിലെ വേലക്കാരൻ എൻ്റെ അവകാശിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൽശദായിയായ ദൈവം, ഞാൻ സർവ്വവ്യാപിയും സർവശക്തനുമാണ്, നീ എന്നെ അങ്ങനെ കാണരുത്. നിനക്കൊരു കുഞ്ഞല്ല, നീ വെളിയിലോട്ട് ഇറങ്ങി നിന്നാൽ ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറയെ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കടൽ തീരത്തെ മണൽത്തരി പോലെ നിനക്ക് സന്തതി ഉണ്ടാകാൻ പോവുകയാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം. നീ ദൈവത്തെ കാണുന്ന ലെവലങ്ങ് മാറണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് എങ്ങനെ വേണോ ജീവിക്കാം? 2 പാസ്റ്റർമാരുണ്ടായിരുന്നു. ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ പാസ്പോർട്ട് എടുക്കത്തില്ല. കർത്താവിന് വലിയ നിർബന്ധം, അങ്ങനെ ഒരു വിരോധമൊന്നുമില്ല. ഞാൻ പാസ്പോർട്ട് എടുക്കത്തില്ല, ഞാൻ ഉള്ള വീട്ടിൽ കിടന്നോളാം, ഞാൻ ഒരു നേരം മാത്രമേ കഴിക്കത്തുള്ളൂ. ദൈവത്തിനൊരു വിഷയമില്ല. വേറൊരാൾ പറഞ്ഞു, ഞാൻ 3 അല്ല 4 നേരവും തിന്നും, ഞാൻ പാസ്പോർട്ട് എടുക്കും, ഞാൻ ലോക രാജ്യങ്ങളിലെല്ലാം പോകും. പ്രൈസ് ദി ലോർഡ്. ഇവർ 2 പേരും സ്വർഗത്തിൽ പോകും. കാരണം 2 പേരുടെയും അകത്ത് ഫുൾ ഫ്രീഡം ദൈവം കൊടുത്തിട്ടുണ്ട്, ഫ്രീ വില്ല്. പ്രൈസ് ദി ലോർഡ്. ചിലർ ഭക്തി കൂടിയിട്ട് എന്ത് ചെയ്യും? സന്യാസിമാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നോ പ്രോബ്ലം, ദൈവത്തിന് ഒരു കുഴപ്പമില്ല. നിനക്ക് എന്ത് വേണോ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇതൊന്നും അല്ല നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്. പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിന്നെ നിത്യതയിലെത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തൊടുന്നതോ രുചിക്കുന്നതോ പിടിക്കുന്നതോ ഇതൊന്നും നിന്നെ ഭക്തിയുടെ മാർഗത്തിലെത്തിക്കുന്നില്ല എന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും. ശക്തി വരുമ്പോൾ അവൻ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകും. അപ്പൊ ഇത് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്നെ കേരളത്തിൽ മാത്രമല്ല, ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ദൈവം പറയും, മകനെ നീ ഞാൻ പറഞ്ഞ ആ വാഗ്ദത്തം വിശ്വസിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഭൂമിയുടെ അറ്റത്തോളം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു വിഷയമല്ല. നീ പറയുകയാണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഒതുങ്ങി നിന്നോളാം, നോ പ്രോബ്ലം, നിന്നോ. ഹല്ലേലൂയ. കർത്താവ് വളരെ ഫ്രീ ആണ്. പ്രൈസ്. നമ്മൾ പറയും, ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാട് ദേശത്ത് ഞാൻ ശുശ്രൂഷ ചെയ്തു, ഇവിടെ ഞാൻ ഇതൊക്കെ മതി കർത്താവ്, ഞാൻ ഇങ്ങനെ ജീവിച്ച് ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് സൈക്കിളൊക്കെ എടുത്ത് രാവിലെ ചവിട്ടി ഇവിടെ ഞാൻ ജീവിച്ചോളാം, എനിക്കത് മതി എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നിർബന്ധിച്ച് രാത്രിയാകുമ്പോൾ കൊടുവാളുമായിട്ട് ഇറങ്ങി വന്ന് പാസ്പോർട്ട് ഇടറ എന്ന് പറയുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ അടുത്തൊരാൾ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ലോകത്ത് 800 കോടി ജനമുണ്ട്, 800 കോടി ജനത്തിന് ഞാനൊരു ബ്ലെസ്സിങ് ആയി മാറണം. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ 3.5 കോടി ജനത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും എനിക്ക് അങ്ങയുടെ സാക്ഷിയായി മാറണം. ഇത് നിന്റെ ആറ്റിറ്റ്യൂഡാണ്, നിന്റെ ചിന്തയാണ്. നിനക്ക് എങ്ങനെ വേണോ ചിന്തിക്കാം, നിനക്ക് എങ്ങനെ വേണോ ജീവിക്കാം. മുണ്ടെടുത്തോണ്ട് നടക്കാൻ നീ തീരുമാനിച്ചു, ഓക്കെ, നോ പ്രോബ്ലം. ദൈവത്തിനൊരു വിഷയമല്ല. നീ ഉടുക്കുന്ന വസ്ത്രം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ദൈവത്തിന് എങ്ങനെ എന്ത് വേണോ ഉടുക്കാം, എന്ത് വേണോ ധരിക്കാം. മറ്റൊരാൾ ചിന്തിക്കുന്ന കോട്ടൺ സൂട്ട് വരണം, നോ പ്രോബ്ലം. ദൈവത്തിന് ഇതൊന്നൊരു വിഷയമേ അല്ല. കർത്താവിൻ്റെ വിഷയം ദൈവരാജ്യമാണ്. 10 പേര് രക്ഷിക്കപ്പെടണം, കർത്താവിനെ അറിയണം, നിത്യതയിൽ കൊണ്ടുപോകണം. നിന്റെ ജീവിതം കൊണ്ടോ നിന്റെ ഭക്തി കൊണ്ടോ നിനക്കൊരിക്കലും ആ സ്വർഗത്തിലെത്താൻ നല്ലതല്ല. ദൈവം നിന്നോട് പറഞ്ഞ ആ ദൈവരാജ്യത്തിനകത്ത് ദൈവം നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനായിരിക്കണം. നിന്നെ ദൈവം ഏൽപ്പിച്ച താലന്തുകൾ 1 ആയിരിക്കാം, 5 ആയിരിക്കാം, 10 ആയിരിക്കാം,
നീ അതിൽ വിശ്വസ്തനായിരിക്കണം. നീ അതിൽ വ്യാപാരം ചെയ്യണം. നിന്നെ ദൈവം വിളിച്ച വ്യാപാരം ചെയ്യാനാ. നമ്മളിത് വ്യാപാരം ചെയ്യുന്നില്ല. ഒന്ന് ലഭിച്ചവൻ കൊണ്ടൊന്ന് കുഴിച്ചിട്ടു. ദൈവം ദുഷ്ട ദൈവത ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുഴിച്ചിട്ടപ്പോൾ 5 കിട്ടിയവനൊക്കെ വ്യാപാരം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലരും ഇതിനകത്തിരിക്കുന്നവർ കിട്ടിയ വിത്തിനെ വിഴുങ്ങിക്കളഞ്ഞിട്ടിരിക്കുന്നവരാണ്. നിനക്ക് ദൈവം തന്ന അഭിഷേകവും കൃപാവരങ്ങളും പ്രാർത്ഥനയും നിനക്ക് ദൈവം തന്ന സകലതിനെ നീ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു. നീ പല എക്സ്ക്യൂസും പറഞ്ഞിരിക്കുമ്പോൾ ചിലർ മാത്രം വിശാലമായി ആ കിട്ടിയ വിത്തിനെ വിതച്ചിട്ട് അവർ 100 മേനി കൊയ്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നീ വെളിപ്പാട് നഷ്ടപ്പെട്ടവരായി ദൈവം നിനക്ക് തന്ന ചില നന്മകളെ, അനുഗ്രഹങ്ങളെ, ചില കൃപകളെ, ചില ദൈവവിളികളെ നീ വിഴുങ്ങിക്കളഞ്ഞിട്ട് നീ എക്സ്ക്യൂസ് പറഞ്ഞ്, വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞ്, ജോലിയുടെ കാര്യം പറഞ്ഞ്, മക്കളുടെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ്, ഇന്ന ആള് രക്ഷിക്കപ്പെട്ടില്ല, ആള് രക്ഷിക്കപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല എക്സ്ക്യൂസും പറഞ്ഞ് നീ ഒതുങ്ങുമ്പോൾ നിനക്ക് മുമ്പായി ചിലരൊക്കെ എഴുന്നേറ്റ് അവർക്ക് ദൈവം കൊടുത്ത ചില കൃപാവരങ്ങളെ വ്യാപാരം ചെയ്ത് അവർ ദൈവരാജ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് നീ അസൂയപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുകയാണ്, ചില പിമ്പിൽ നിന്നവർ മുമ്പന്മാരാകാൻ പോകുന്നു, ചില മുമ്പന്മാർ പിമ്പന്മാരാകാൻ പോവുക. ഹല്ലേലൂയ. നിന്നെ വിളിച്ച നീ ഇറങ്ങിയതിന് മുമ്പേ ഇറങ്ങിയവര് ഇന്ന് പിമ്പന്മാരായി. നീ പിന്നെ ചില ആൾക്കാര് എന്ത് ചെയ്തു? ലേറ്റായിട്ട് ഇറങ്ങി അവര് മുമ്പിൽ ഓടിക്കേറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ വന്നവൻ 25 വർഷം കൊണ്ട് നിൽക്കുന്നവനേക്കാൾ ഒറ്റ സ്റ്റെപ്പിന് കയറുന്നു. കാരണം അവന്റെ അകത്ത് ദൈവം ഇട്ടതിനെ അവൻ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. അതിനെ അവൻ വിഴുങ്ങിക്കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പലരും എന്ത് ചെയ്ത? പലരും ആത്മീക ലോകത്ത് പലരും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ആ സാമ്പത്തിക വിഷയം മാത്രമല്ല, എല്ലാ മേഖലകളിലും നമുക്ക് ദൈവം ആദ്യം തരുന്നത് വിത്താണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് വിത്ത്. ഹല്ലേലൂയ. ആ വിത്ത് നിന്റെ കയ്യിൽ തന്നാൽ വചനം പറയാണ്, വിത്ത് വിതറുമ്പോൾ, അതിനെ വിതയ്ക്കുമ്പോഴാണ് അത് 100 മേനിയായി കൊയ്തെടുക്കുന്നത്. എന്ന പകല യേശുവിന്റെ നാമത്തില് എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകും? ഇത് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള വിടുതൽ മാത്രമല്ല, നിന്നെ ദൈവം വിളിച്ച വിളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയോടെയാണ്. ആ ഒരു കൂടെ നിന്നെ വിളിച്ചത് പ്രവാചകനായിട്ടാണോ? നിന്നെ വിളിച്ച ഇവാഞ്ചലിസ്റ്റ് ആയിട്ടാണോ? നിന്നെ വിളിച്ചത് വലിയൊരു ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കാണോ? നിന്നെ വിളിച്ച വിളിക്കകത്തു നിന്ന് എല്ലാം കളഞ്ഞു മാറി പല കാര്യം പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ജോലിയും ബിസിനസ്സും വരുമാനത്തിന്റെ പുറകിൽ നടക്കുമ്പോൾ നിനക്ക് മുമ്പ് നിനക്ക് ശേഷം വിളിച്ചവരെല്ലാം ഇന്ന് പല ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പ്രയോജനപ്പെടുമ്പോൾ ഹല്ലേലൂയ, പല കാര്യങ്ങളും നീ പിന്മാറ്റാവസ്ഥയില്ല. നിന്നെ ദൈവം വിളിച്ച കൃപയ്ക്കകത്തുനിന്ന് നീ ഒതുങ്ങി, നീ അതിനെ വിഴുങ്ങി, നീ സ്വയമായി തകർന്നു പോയിട്ട് മനുഷ്യനെയും സാഹചര്യം കൊള്ളും കുറ്റം പറയാനല്ല. ഇന്ന് പകല ദൈവം നിനക്ക് തന്നതിന് താലന്തുകളെ വ്യാപാരം ചെയ്യാൻ ചിലർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. Praise the Lord. Hallelujah, Jesus. Praise the Lord. നമ്മുടെ കയ്യിലിരുന്ന് നമ്മളെ ഈ മുറുക്കി ഇങ്ങനെ ഇതിനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തങ്ങ് ഇരിക്കുക, ഇത് വളരത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അങ്ങോട്ട് വ്യാപാരം ചെയ്ത് അങ്ങോട്ട് എറിഞ്ഞു നോക്ക്. ഒരു സ്തോത്രം നിനക്ക് പറയാൻ കൃപ ദൈവം തന്നാൽ ആ സാഹചര്യം കിട്ടുമ്പോഴെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടൊന്ന് നടന്നു നോക്ക്. ആ സ്തോത്രത്തിനകത്ത് ഒരു ദൈവശക്തി അങ്ങോട്ട് വ്യാപരിച്ച് ചില സിറ്റുവേഷനുകളെ ചേഞ്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രാർത്ഥിക്കാൻ നിനക്കൊരു കൃപ തന്നെങ്കിൽ ആ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നീ മുട്ടുമടക്കി നോക്ക്. നിന്റെ സ്ഥിതിയെ ദൈവം പ്രാർത്ഥന മാറ്റും. സ്തുതിക്കാൻ കൃപ തന്ന നിനക്ക് നീ ഒന്ന് സ്തുതിച്ചു നോക്ക്. സ്തുതിയെ മാറ്റും. സ്തുതി, ആരാധന, ആരാധിക്കാൻ കൃപ തന്നോ, നീ ആരാധിച്ചോ. ആരാധിക്കുമ്പോൾ നിനക്ക് ചില വിടുതലുകൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, എല്ലാ മതിലുകളും ഇടിഞ്ഞു വീഴും. ദൈവരാജ്യത്തിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞ ഇതാണ്. കിണറ്റിനകത്ത് കിടക്കുന്ന വെള്ളം ഉപയോഗിക്കാതിരുന്നാൽ കൂത്താടി കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വെള്ളം പിന്നീട് നോക്കുമ്പോൾ അതിനെ നന്നായിട്ട് ആ കിണർ ഇറച്ചതിന് ശേഷമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് കാര്യവും കെട്ടിക്കിടന്നാൽ അത് നശിച്ചു പോകും. പക്ഷേ അത് ഉപയോഗിച്ച് കോരി കൊടുത്തുകൊണ്ടിരുന്നാൽ പുതിയ വെള്ളം ആ ഊറ്റ് വെളിയിൽ വരുന്നത് പോലെ ഈ നാളുകളിൽ ദൈവരാജ്യം പറയുകയാണ്, നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം
ദൈവരാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വീണ്ടും ആ ഉറവ തുറന്നുകൊണ്ടിരിക്കും. നിന്റെ വസ്തുക്കളും വകകളും കെട്ടിക്കിടക്കും. തലമുറയ്ക്ക് പോലും കൊടുക്കാതെ 5 പൈസയ്ക്ക് പ്രയോജനമില്ലാതെ കെട്ടിക്കിടക്കുന്നതൊക്കെ അവിടെ കിടക്കും. പക്ഷെ അതിന് വ്യാപാരം ചെയ്താൽ അത് 1000 മടങ്ങ് അത് വർദ്ധിക്കാനിടയാകും. ഹല്ലേലൂയ. പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കയ്യിൽ വരുന്ന പണം അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് എങ്ങനെ അത് വ്യാപാരം ചെയ്യണമെന്നും കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാത്തതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ദാരിദ്ര്യവും പ്രശ്നത്തിൻ്റെയും വിഷയങ്ങളെല്ലാം വരുന്നത്. 2020 ഈ 21 നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് പലരും ഹോസ്പിറ്റലൈസായി. പല വ്യക്തികളും ഹോസ്പിറ്റലായി. പലരുടെയും പണം 2 ലക്ഷവും 1 ലക്ഷവും 5 ലക്ഷവും ഒക്കെ പോയ ആൾക്കാരുണ്ട്. എന്താണെന്നറിയാമോ? അവരെ അതിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ ഇവരാരും ദശാംശം കൊടുക്കുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ഇവരാരും ദശാംശം കൊടുക്കുന്നവരല്ല. ദൈവം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ വിശ്വസ്തരല്ല. അവരുടെ സമ്പത്ത് അവർ വ്യാപാരം ചെയ്തത് പലവിധ വിഷയങ്ങളും പല കാര്യങ്ങളിലാണ്. അവർ ദൈവരാജ്യത്തിന് കൊടുത്തില്ല. സഭയോട് വിശ്വസ്തതയില്ല. അവർ വന്ന് അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലം, അവരുടെ സംഭരണ സ്ഥലം എന്ന് പറയുന്നത് ദൈവ ആലയമാണ്. ആലയത്തോട് തീഷ്ണതയുള്ളവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. എന്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യുക? 2 നിലയുള്ള വീട്ടിൽ കിടക്കുന്നു എന്ന് വചനം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ തട്ടിട്ട മാളികപ്പുറത്ത് ജീവിക്കുന്നു. എൻ്റെ ആലയമോ അത് ശൂന്യമായി കിടക്കുകയാണ്. വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിക്കാം. യഹോവയായ മാറാത്തവൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ള വേഷനിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു എന്നാണ്. ദൈവത്തെ കൊള്ളയടിക്കുന്നൊരു ജനം, ദൈവത്തെ തോൽപ്പിക്കുന്ന ജനം, ദൈവത്തോട് മത്സരിക്കുന്ന ജനം. നിങ്ങൾ എങ്ങനെ ഏതിൽ എന്നെ തോൽപ്പിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനകത്ത് എത്ര പേർ വിശ്വസ്തമായി എല്ലാ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നുണ്ട്? അവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. നന്നായിട്ട് കരം ഉയർത്ത്. അരക്കൈയും മുക്കാക്കള്ളന്മാരും അരക്കള്ളന്മാരും അല്ല, ഫുൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ചുരുക്കം. എന്ത് കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ ശാപം. അടിസ്ഥാനമേ തകർന്നു കിടക്കുക. നമ്മുടെ ലൈഫിലെ നമ്മുടെ ബ്ലെസ്സിങ്സിൻ്റെ ഭൗതിക മേഖലകളിൽ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലൈസർ ആകുന്നതും രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തും വേർത്തൊഴുകിയിട്ടും 1000 രൂപ ഒരു ദിവസം കിട്ടിയാൽ 200 രൂപ കൂടെ പിന്നെ കടം കൂടെ വാങ്ങിച്ച് ചെലവ് നടത്തത്തക്ക രീതിയിൽ നമ്മുടെ ലൈഫ് തകരാൻ കാരണം നമ്മൾ പോലും അറിയാതെ പിശാചി നമ്മുടെ അകത്ത് കയറി. ദൈവവചനം വെളിപ്പാടില്ലാത്ത ജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമുക്ക് ഇപ്പം ഞാനാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഭയങ്കര ചെലവാണ്. നമ്മുടെ ചെലവ് തീരാത്ത സമയമില്ല. ചെലവ് കൂടുതലും വരുമാനം വളരെ കുറവാണ്. വളരെ കുറവാണ് വരുമാനം. നമുക്ക് ഇൻകം വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ചെലവ് കൂടുതലാണ്. 10,000 രൂപ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവ് 60,000 രൂപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പലപ്പോഴും പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ വർഷങ്ങളായി നാളുകളായിട്ട് അനേക ആയിരങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അനേകർ വിടുവിക്കും. പക്ഷേ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് പോലും ചില സമയങ്ങളിൽ ഒരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ ലൈഫിൽ
ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പലപ്പോഴും ദശാംശം ഇടാൻ പറ്റാതെ എൻ്റെ ചെലവ് കൂടുതലായതുകൊണ്ട് ഈ വചനം വിട്ട് എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ വരുന്ന വരുമാനത്തെ ദശാംശം കൊടുക്കാതെ, ഓഹരി കൊടുക്കാതെ, പിന്നെ സ്വന്തം ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ, ആ മാസങ്ങളിലെല്ലാം ഞാൻ 100 മടങ്ങ് കഷ്ടത്തിലൂടെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ അത് മറന്ന് അതിൽ നിന്ന് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ദൈവവചനത്തിലോട്ട് ഞാൻ മടങ്ങി വരും. എനിക്കറിയാം എൻ്റെ ഫൈനാൻഷ്യൽ മേഖലകളിൽ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ, ദശാംശം കൊടുക്കാത്ത നാളുകളാണെങ്കിൽ വണ്ടിക്കെന്നും പ്രശ്നം, ഹോസ്പിറ്റൽ കേസുകൾ വരുന്നു, അനാവശ്യ ചെലവുകൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ചുമ്മാ പണം പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ കൃത്യമായി ദൈവസന്നിധിയിൽ ദശാംശം കൊടുക്കുമ്പോൾ ഒരു വിഷയമില്ല. ടയറും പഞ്ചറാകത്തില്ല, വർക്ക്ഷോപ്പിലും പോകേണ്ടി വരത്തില്ല, ഹോസ്പിറ്റലിലും പോകേണ്ടി വരത്തില്ല, ഒന്നിനൊരു കുറവില്ല. ചെലവ് എത്ര അധികമുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ 10,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് ആ മാസം 25,000 50,000 രൂപ ചെലവ് നിൽക്കുമ്പോഴായിരിക്കും 10,000 രൂപ കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ആ 10,000 രൂപ കിട്ടുമ്പോൾ തന്നെ, കാരണം അടുത്ത നിമിഷം എൻ്റെ കയ്യിൽ പൈസ ഇരുന്നാൽ അത് 4 പാടും ചെതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യും, കിട്ടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ദശാംശം കിട്ടണം. ഹല്ലേലൂയ. ഞാൻ നോക്ക്, പിന്നെ അടുത്ത് വരുന്നോ വരുന്നില്ല, അത് ദൈവമായിട്ടുള്ള ബന്ധത്തില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നെ നോക്കുകയാണ്, പരിശോധിക്കുകയാണ്. ദൈവം 10,000 രൂപ തരുന്നത് വിത്താണ്. എൻ്റെ കയ്യിൽ തരുന്ന 10,000 50 1 ലക്ഷം രൂപ എനിക്ക് ചിലവുള്ളപ്പോൾ ദൈവം എനിക്ക് വിത്തായിട്ട് 10,000 രൂപ തരും. മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ചിലവുണ്ട്, ഒരു ആവശ്യമുണ്ട്. പക്ഷെ ആദ്യം ദൈവം തരുന്നത് എന്തായിരിക്കും? നിങ്ങളൊരു ലോൺ എടുത്താൽ ആദ്യം തരുന്ന അടിസ്ഥാനം ഇടാൻ പൈസ തരും. പിന്നെ നിങ്ങൾ കെട്ടിപ്പൊക്കിയതിന് ശേഷം അത് കാണിച്ചിട്ട് അടുത്ത തരുന്നല്ലേ ഗവൺമെൻറ്. അതുപോലെയാണ് ദൈവം. ദൈവം ആദ്യം ഒരു വിത്ത് അങ്ങോട്ട് തരും നമുക്ക്. ഈ വിത്ത് ഇവൻ വിഴുങ്ങുകയാണോ അതോ വിതയ്ക്കുകയാണോ എന്നറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ 10,000 രൂപ കിട്ടുമ്പോൾ ഉടനടി അത് വിത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് എൻ്റെതല്ല, ഈ പൈസ ഇത് ദൈവരാജ്യത്തിന് പോകണം, എൻ്റെ ആവശ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കാരണം എൻ്റെ ആവശ്യത്തെക്കാൾ 1000 മടങ്ങ് ആവശ്യം ദൈവരാജ്യത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പൈസ 2,500 3,000 അല്ലെങ്കിൽ 10,000 രൂപയുടെ ഒരു 1,000 രൂപ ഇട്ടാൽ ദൈവസഭയ്ക്കകത്ത് അത്രയും ചെലവ് കുറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കരം ദൈവരാജ്യത്തിലോട്ട് ഫസ്റ്റ് നീളുമ്പോൾ ദൈവം അവിടെ മിണ്ടാതെ. ദൈവം കടക്കാരനല്ല, ദൈവം ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള പാർട്ടിയാണ്. ദൈവം പറയും എനിക്ക് നിന്റെ പൈസ വേണ്ട, ഉടനെ ദൈവം 100 ഇരട്ടിയായി എനിക്ക് തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവം കടക്കാരനല്ല, ആർക്കും കടക്കാരനല്ല. നിന്റെ കരം ദൈവരാജ്യത്തിൽ നീട്ടിയാൽ ഉടനെ തന്നെ അടുത്ത നിമിഷം അത് ദൈവരാജ്യത്തിൽ എന്ന് പറയുന്നത് ദൈവദാസന്മാർക്കാണെങ്കിലും സഭയ്ക്കാണെങ്കിലും എവിടെയാണോ നീ നീട്ടുന്നത്, ദൈവം കടക്കാരനല്ല. അടുത്ത സെക്കൻഡിൽ ദൈവം നിന്റെ കരങ്ങളിൽ അത് 100 മടങ്ങായി തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ചെലവുകളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. അതിനേക്കാൾ ഉപരിയായി 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ അപ്പോഴേ മാറ്റി വരിക്കണം. ആ ദശാംശത്തിൽ നിന്ന് നീ തുടരുത്. ഇനി എത്ര വലിയ ആവശ്യം വന്നാലും ദശാംശം ഒരു ഓണർ ചെയ്യുക. അതൊരു ഓണറാണ്. മഹത്വം ഇറങ്ങണമെങ്കിൽ ബഹുമാനം ഉണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആ മഹത്വം നിന്റെ ലൈഫിൽ വെളിപ്പെടണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ ഓണർ ചെയ്യണം, ദൈവവചനത്തെ ഓണർ ചെയ്യണം, ദൈവവചനത്തെ അനുസരിക്കണം, ദൈവവചനത്തെ ബഹുമാനിക്കണം. ആ വചനത്തെ ബഹുമാനിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, ഓണർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വെളിപ്പെടാനിടയാണ്. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തത്തില്ല, ICUയിൽ കൊണ്ട് കിടത്തത്തില്ല. നിന്റെ പണം പിശാച് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഒരു വേലി കെട്ടുന്ന പരിപാടിയാണ്.
യോബിന്റെ ഭവനത്തിന് ചുറ്റും അവന്റെ സ്വത്തിന് ചുറ്റും ഒരു ദൈവത്തിന്റെ വേലി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ആ യോബ് ഇപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് യാഗം നടത്തി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. ദൈവത്തെ ബഹുമാനിക്കുന്നവന് ചുറ്റും അവന്റെ ഭവനത്തിലും അവന്റെ സാമ്പത്തിക മേഖലകളിലും അവന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും കർത്താവ് ഞാനും നീയും കാണാത്ത ദൈവത്തിന്റെ തീ മതിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് നിരതരായോ നിനക്കെതിരായോ വെട്ടുകിളിയോ തുള്ളനോ പച്ചപ്പുഴുവോ തുള്ളനോ വരാതെ, ഹല്ലേലൂയ, പാമ്പുകളോ തേളുകളോ നിന്നെ തൊടാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ആത്മീകവും ഭൗതികമായ മേഖലകളെ പിശാച് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിനെ നിന്റെ വീടിന്റെ അകത്തോ നിന്റെ ബിസിനസ്സിനകത്തോ നിന്റെ വരുമാനത്തിനകത്തോ കേറ്റാൻ അനുവദിക്കാതെ നീ തന്നെ വിശ്വാസത്താൽ വലിയൊരു വേലി കെട്ടുന്നതാണ്. കർത്താവിന്റെ വചനം അനുസരിച്ച് ദശാംശം നീ കൊടുക്കുന്നവനാണെങ്കിൽ നിന്റെ ഫൈനാൻഷ്യൽ മേഖലകളെ പിശാച് തിന്നുകളയത്തില്ല. ഹല്ലേലൂയ. നമ്മള് ദൈവം നീതിമാനാണ്, ദൈവം സംസാരിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. നീ കൃത്യമായി ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാച് ഓടി വന്ന നിന്റെ ബിസിനസ്സിനെയോ നിന്റെ നന്മകളെയോ തടയാൻ വേണ്ടി വന്നാൽ ഉടനെ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ കാവൽ നിൽക്കുകയാണ്. അവർ പറയും, ഇവനെ തൊട്ടുപോകരുത്, ഇവൻ എൻ്റെ നീതിമാനായ ദാസനാണ്, അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ്, അവൻ ദൈവരാജ്യത്തിന് ഒന്നാമത് സ്ഥാനം കൊടുക്കുന്നവനാണ്, അവന്റെ ഭൗതിക നന്മയെ തൊടാൻ പിശാചേ നിനക്ക് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതെന്താണ് ആക്ഷൻ? ഒന്നാമത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത. അടുത്തിട്ട് പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് ഒന്നാമത് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കണം. നിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയാണോ? നീ പറ, വസ്തുവിന്റെ വിൽപ്പന നടക്കണം. പക്ഷേ അതെത്രയാണോ, അത് 5 സെന്റ് ആണെങ്കിൽ അതിന്റെ ദശാംശം ദൈവത്തിനുള്ളതാണെന്ന് പറഞ്ഞ് ഉടനെ വസ്തു വിറ്റുപോകും. നിന്റെ ഹൃദയത്തിനകത്ത് നീ തീരുമാനം എടുക്കുമ്പോഴേ ആ കെട്ടങ്ങ് പൊട്ടയാണ്. പ്രൈസ്, ആ ശാപം പിന്നെ പിശാചിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ പരിപാടി എന്താണ്? വസ്തു 5 സെന്റ് സ്ഥലം വിൽക്കണം പാഷേ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറയും, വിൽക്കുമ്പം പുള്ളിയെ അറിയിക്കണ്ട, സഭയെ അറിയിക്കണ്ട. അപ്പൊ വക്രബുദ്ധി, അനന്യാസും സഫീറയും പോലെ വഞ്ചനയുടെ ഹൃദയം. പക്ഷേ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് പല കേസുകൾ ഞാൻ കേൾക്കുന്നത്, ചില ഇന്നത്തെ വലിയ അറിയപ്പെടുന്ന മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർ, TV മിനിസ്റ്റേഴ്സൊക്കെ പാവപ്പെട്ട ആൾക്കാർ എന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി അവർ പറയും, ഒരു 30,000 രൂപ 40,000 രൂപ ഈ TV മിനിസ്ട്രിക്ക് വേണ്ടി തന്നാൽ 4 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയത്തിൽ. ഇതാണ് ഇന്നത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ. നിങ്ങൾ ഈ സഭ വിട്ട് വേറെ എങ്ങോട്ടൊക്കെ വലിയ സഭകളൊക്കെ തേടി നിങ്ങളൊന്ന് പോയി നോക്കണം. അപ്പോഴറിയാം അവിടുത്തെ കാര്യങ്ങൾ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ പറയും, നീ കരഞ്ഞ് നിലവിളിച്ചൊരു വിഷയമായിട്ട് ചെല്ലുമ്പോൾ അവർ പറയും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, 2 ദിവസം പ്രാർത്ഥിക്കാം, 3 ദിവസം ഫാസ്റ്റ് ചെയ്യാം ഞങ്ങളുടെ സഭ. പക്ഷെ ആദ്യം ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി 30,000 രൂപ. ഹല്ലേലൂയ. ദൈവരാജ്യം ചീട്ടുകളി പരിപാടിയല്ല, 1 വെച്ചാൽ 2 കിട്ടുമെന്നുള്ള പരിപാടിയല്ല. ഇത് ദൈവസ്നേഹത്തിനകത്ത് ചെയ്യുന്ന പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ഇങ്ങോട്ട് നീ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് നിന്റെ ദശാംശം കൊടുത്തത് കൊണ്ടല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്, നിന്റെ ഓഹരി കൊടുത്തത് കൊണ്ടല്ല, നിന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഫ്രീ ആയിട്ട് അനുഗ്രഹിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ദൈവസന്നിധി വിശ്വസ്തരായിരിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, അതിനാ ഈ വചനം പറഞ്ഞ് ബോധവൽക്കരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നന്ദിയില്ലാത്തവരായി മാറാതിരിക്കേണ്ടതിന് ഒന്നാമത് ദൈവരാജ്യവുമായി നമുക്ക് കണക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ വസ്തുവകൾക്ക് നമ്മുടെ ജീവനും കർത്താവ് പ്രൊട്ടക്ഷൻ തരും. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ എടുക്കാൻ കൊറോണയും ഇപ്പോൾ ഇറങ്ങി 1-2 ദിവസം കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന വേറെ എന്തോ ഒരു പേര്, എന്തോ മറന്നുപോയി. ഇന്ന് ഒരു പത്രത്തിലുണ്ടായിരുന്നല്ലോ, ഒരു പുതിയ വൈറസ് ഇറങ്ങിയിട്ടുണ്ട്. ഒമിക്രോണോ? ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പല പേരുകളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വന്നങ്ങ് ഇറങ്ങി നിൽക്കുക.
പക്ഷെ നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ ഒന്നും തൊടത്തില്ല, ഒരു കൊറോണയും തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടില് നീല ടാർപ്പാളൻ കെട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ചുരുട്ടിയെടുത്ത് കൊണ്ടുവന്ന് ആരും എടുത്ത് എറിയത്തില്ല. ഐസിയുക്കകത്ത് നീ കിടക്കത്തില്ല. നീ വിശ്വസ്തനായിരുന്ന നീയും നിന്റെ തലമുറയും ആയുസോടെ ആരോഗ്യത്തോടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം തരുന്ന വാക്കാ, അത് ദൈവത്തിന്റെ വചനം തരുന്ന പ്രോമിസസാ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി വിശ്വസ്തനായി നിൽക്കുന്നവനെ പിശാച് തൊടത്തില്ല. ആ വ്യക്തി, അവന്റെ കുടുംബത്തെ, തലമുറയോ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നീ അത്യുന്നതന്റെ മറവിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിച്ചിരിക്കുന്നു. രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും നിന്നെ തൊടുകയില്ല. നീ പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കും. നീ സിംഹത്തെ ചവിട്ടി മെതിക്കും. നീ ദീർഘായുസുള്ളവനായിരിക്കും. ഇത് ദൈവം നിനക്ക് തരുന്ന ഉറപ്പാണ്. പക്ഷെ ഞാനും നീയും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ നമ്മൾ വഞ്ചനയുള്ള ഹൃദയം, രണ്ട് ഹൃദയമുള്ളവർ, രണ്ട് ഹൃദയം, രണ്ട് ചിന്താഗതികൾ, രണ്ട് തരത്തിലുള്ളതായ കാപട്യം, വിഷം നിറച്ച തേളിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെയോ ദൈവരാജ്യത്തെയോ ദൈവദാസന്മാരെയോ വഞ്ചിക്കുന്നവരായി നമ്മൾ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ തോൽപ്പിക്കരുത്. നമ്മൾ ദൈവത്തെ തോൽപ്പിക്കുന്നവരാകരുത്. നമ്മൾ ജയാളികളുടെ ഒരു കൂട്ടമാണ്. നമ്മൾ യേശുവിന്റെ കൂട്ടമാണ്. നമ്മൾ ജയാളികളുടെ കൂട്ടമാണ്. നമ്മൾ ദൈവത്തിനോട് മത്സരിക്കുന്ന കൂട്ടമല്ല. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന കൂട്ടമാണ്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. കള്ളന്മാരല്ല നമ്മൾ. കള്ളന്മാരുടെ ഗുഹകളല്ല നമ്മുടെ ആലയങ്ങൾ. നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ നോക്കി അവൻ കള്ളനാണ്, ഇവൻ അവിശ്വസ്തനാണ് എന്ന് ദൈവം പറയരുത്. നിന്നെ നോക്കി സാക്ഷ്യം പറയരുത്. പിശാച് അടുത്ത് എന്നിട്ട് പറയും, അവന്റെ വീട്ടിലോട്ട് ഞാനൊന്ന് പോട്ടെ, അവന്റെ വസ്തുവകളെ, അവന്റെ ദേഹത്തെ ഒന്ന് തൊടട്ടെ എന്ന് ചോദിച്ചാൽ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരാണ്. നീ അവനെ തൊട്ടുപോകരുത്. അവന്റെ പ്രാണൻ എന്റെ കരങ്ങളിലിരിക്കുകയാണ്. ഞാൻ അവനെ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയാണ്. അവൻ എന്റെ വലം കയ്യിലിരിക്കുന്നു, അവൻ എന്റെ ഉള്ളം കയ്യിലിരിക്കുകയാണ്. നീ അവനെ തുടരുതെന്ന് നിന്നെ കുറിച്ച് പിശാച് പറയാൻ ചെല്ലുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമുള്ളവരായി നമ്മൾ മാറണം. അതാണ് ഈ ദശാംശം. അതാണ് ഏറ്റവും കൂടുതൽ ദൈവസഭകൾ, പെന്തക്കോസ്ത് സഭകൾ, കൃത്യമായി പറഞ്ഞ ഒറ്റ സഭകൾ നേരെ നല്ല ആലയമില്ല, നല്ല ചർച്ചുമില്ല, നല്ല ബിൽഡിങ്ങും ഇല്ല, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഓലപ്പുരകളും കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, കത്തോലിക്ക സഭ നോക്കുക, യാക്കോബ സഭ നോക്കുക, മാർത്തോമക്കാരെ നോക്കുക, നിങ്ങൾ CSAക്കാരെ നോക്കുക, അവർ ഒന്നാമത് ആലയത്തോട് എരിവുള്ളവരാണ്. അവരുടെ ആലയങ്ങളൊന്നും ശൂന്യമായി കിടക്കത്തില്ല. അവരുടെ ആലയങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്നവരാണ്. അവർ ദൈവദാസന്മാരെ മാനിക്കുന്നവരാണ്. അവർ ആലയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു എരിവുള്ളവരാണ്. നമ്മൾ ഈ സഭയിൽ വന്നാൽ ഒരു കസേര ഒടിഞ്ഞു കിടന്നാൽ പോലും അതൊന്ന് വാങ്ങിച്ചിടാൻ, അയ്യോ കസേര ഒടിഞ്ഞാൽ പക്ഷേ നമുക്ക് വേറൊന്നൊരു 10 വാങ്ങിച്ചിടാം എന്ന് പറയുന്ന ഒരു തീഷ്ണത നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിച്ച് കസേര ഒടിച്ചിട്ട് കാലുവടക്കി ദൂരെ കളഞ്ഞിട്ട് അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരുന്ന് ആരാധിക്കുന്നു, നിങ്ങളെ ആരാധിക്കുന്നു, നിങ്ങളാ കസേര ഒടിക്കുന്നത്, പക്ഷേ വാങ്ങിച്ചിടുന്നത് നമ്മളാ. ഹല്ലേലൂയ. തീഷ്ണതയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നു, നമ്മൾ നല്ല 2 നില വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളിലും വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്ന വിഷയമുണ്ട്, ആ വിഷയമുണ്ട്, എൻ്റെ മക്കളെ വിവാഹം വേണം, അത് വേണം, ഇത് വേണം എന്നും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ ഒരു കൂട്ടം കാര്യങ്ങളുമായിട്ട് സഭയിൽ വരും. അതെന്നെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായി അതെല്ലാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ദൈവസഭയെക്കുറിച്ച് എരിവില്ല. പ്രൈസ് ദി ലോർഡ്. കൃത്യമായി ദശാംശം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായി വിശ്വാസത്തിലായിട്ടും നിങ്ങളുടെ ജോലി പ്രൊമോഷൻ ഇല്ല, നിങ്ങളുടെ സാലറിയിൽ മാറ്റമില്ല, നിങ്ങളുടെ കഷ്ടങ്ങൾ മാറുന്നില്ല. നിങ്ങൾ അന്നത്തെ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ മൈഗ്രെയിൻ ഇപ്പോഴും ഉണ്ട്,
അതേ നടുവേദന ഇപ്പോഴും ഉണ്ട്, അതേ പൈൽസ് ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ സൗഖ്യമാകാത്തത്? എന്താ വിടുതലില്ലാത്തത്? എന്തുകൊണ്ട് ആസ്മ മാറാത്തത്? എന്താ ശ്വാസം മുട്ടൽ മാറാത്തത്? എന്താ കടഭാരം മാറാത്തത്? എന്താണ് ഈ അധ്വാനം മാറാത്തത്? എന്തുകൊണ്ടാണ് ചെലവ് കുറയാത്തത്? എന്തുകൊണ്ടാണ് പലരും ലൈഫിൽ മാനസാന്തരമില്ലാത്തത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് എന്താണ്? നീ ചെറിയ കാര്യത്തിൽ, ഏറ്റവും ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനല്ല. പറ്റിയാൽ നമ്മൾ കീറിയ നോട്ടിടം, പറ്റിയാൽ സ്വോത്ര കാഴ്ച എടുക്കുന്നതിന് മുമ്പും, ആശീർവാദം പറയുന്നതിന് മുമ്പേ നീ കളക്ടർ ഉദ്യോഗം ഉള്ളവനായതുകൊണ്ട് ഓടും. ഹല്ലേലൂയ. കള്ളം, കപടം, വഞ്ചന, ചതി, പറ്റിപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെന്ന് നമ്മൾ അവസാനിക്കുമോ അന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന് മാറ്റമില്ല സഹോദരങ്ങളെ. ഏത് മനുഷ്യനെയും വചനമാണ് ശരിയാക്കുന്നത്. നീ വചനം ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ടാലേ നിനക്ക് സ്ഥിരമായ ബ്ലെസ്സിംഗ് ഉണ്ടാകത്തുള്ളൂ, നീ സ്ഥിരമായ ഉയർച്ച പ്രാപിക്കത്തുള്ളൂ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ ഇന്ന് പകൽ മാനസാന്തരപ്പെടണം. ഈ ജനം ശാപയോഗ്യരായി മാറിയിരിക്കുന്നു, ഇവർ എന്നെ തോൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തെ തോൽപ്പിക്കുന്ന പരിപാടി ഇന്ന് പകൽ നിർത്തണം. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാൻ എത്ര പേർക്ക് സാധിക്കും? കർത്താവിന്റെ സന്നിധിയിൽ എന്നെ ദൈവം വിളിച്ച ദൈവരാജ്യം പണിയാനാണ്, എന്റെ രാജ്യം പണിയാനല്ല, ദൈവരാജ്യം പണിയുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16:9 മുതൽ 13 വരെ വായിച്ചാട്ടെ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പൈസ, സാമ്പത്തിക നന്മ, അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന പണത്തെ വചനം പറയുന്ന അനീതിയുള്ള മാമോനാണ്. എന്താണ്? അനീതിയുള്ള മാമോനാണ് നമ്മുടെ കയ്യിൽ 100 രൂപയും 200-ന്റെയും 1000-ന്റെയും 2000-ന്റെയും നോട്ടൊക്കെ ഇരിക്കുന്നത്. അത് അനീതിയുള്ള മാമോൻ. ഇത് ആയിരങ്ങളുടെ കയറങ്ങളിലൂടെ കൈമാറ്റം ചെയ്ത് ഏതൊക്കെയോ റൂട്ടിലൂടെ കയറി ഇറങ്ങി കള്ളക്കടത്തുകാരൻ്റെ കൂടെയും കരിഞ്ചന്തക്കാരൻ്റെ കൂടെയും കൈക്കൂലി വാങ്ങിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഒക്കെ വന്ന പണം നമ്മുടെ കയ്യിൽ വന്നിരിക്കുക. അത് അനീതിയുടെ മാമോനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു. നിങ്ങൾക്ക് ഇതുകൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കാം. എവിടെ ഉണ്ടാക്കാം? ഈ നാട്ടിലല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം ദൈവരാജ്യത്തിന് നിങ്ങൾ വിതയ്ക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദേശത്തിലൊരു മിഷണറിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ഈ മിഷണറി മരിച്ച് സ്വർഗത്തിലെത്തും. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളെയും ദൈവം വിളിക്കും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭ പണിയാൻ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച ആ അഭിഷിക്തൻ, വിശുദ്ധനായ അഭിഷിക്തൻ നിങ്ങളെ എതിരേൽക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള അനീതിയുള്ള മാമോൻ നമ്മൾ കൊണ്ട് ഇങ്ങനെ നടന്ന് ഇരട്ടി പണം ഉണ്ടാക്കാനും കോടികൾ ഉണ്ടാക്കാനും, നമ്മൾ തിന്ന് കുടിച്ച് പുളച്ച് നമ്മളിങ്ങനെ അങ്ങനെ നടന്നിട്ട് അവസാനം അവിടെ ചെല്ലാൻ നോക്കിയാൽ അവിടെ നിന്നെ എന്നെ എതിരേക്കാൻ നിൽക്കുന്നത് വിശുദ്ധനായ ദൈവദാസന്മാരല്ല, 2 തേറ്റ പല്ലുള്ള പിശാച് അവിടെ നിൽക്കും. പുള്ളി ഇഞ്ഞു വാ എന്ന് പറഞ്ഞ് കെട്ടിങ് പിടിച്ച് കൊണ്ടുപോയി കത്തിക്കൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ മുകളിൽ നിന്നെ അങ്ങ് ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. പറയും, നീ ഭൂമിയിൽ ഉണ്ടാക്കിയ അനീതിയുള്ള മാമത ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഇരിക്കാനുള്ള നല്ല സിംഹാസനം ഇതാണ് തീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഒക്കെ പിന്നെ മരണമില്ല, ജീവിതകാലം മുഴുവനും എരിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. വെറും 70 80 വയസ്സ് വരെയുള്ള ഈ ഭൂമിയിലെ ആയുസ് നിന്റെ കയ്യിൽ തരുന്ന സമ്പത്തും ധനവും പുരാതന സമ്പത്തുകളും വസ്തുവും വകയും വീടും എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് വിളിക്കുമ്പോൾ നിനക്ക് ഇതെല്ലാം വിട്ടിട്ട് പോയേ പറ്റൂ. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത്. പലരും മരിക്കാതെ കിടക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ബന്ധുക്കളും നാട്ടുകാരും മക്കളും എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ ജോലിക്ക് പോയിരുന്നെന്ന്. പക്ഷേ മരിക്കത്തില്ല. കാരണം അവരുടെ ഹൃദയം മുഴുവനും വസ്തുക്കളുടെ ഇത്ര സെന്റ് സാധനം അവിടെ കിടപ്പുണ്ട്, മക്കൾക്ക് ആർക്കും കൊടുക്കാതെ മരിക്കാതെ നീ എഴുന്നേക്ക്, ഞാൻ മരിക്കത്തില്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ചില അപ്പനും അമ്മയൊന്നും വസ്തുവകളൊന്നും എഴുതി കൊടുക്കാതെ ഇതെല്ലാം കൂട്ടിപ്പിടിച്ച് വെച്ച് മനുഷ്യന്റെ അത്യാഗ്രഹം ഇങ്ങനെ പായും ചവിട്ടി കയറി അവിടെ കിടക്കും.
അവസാനം നമ്മൾ ആരെങ്കിലും ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കെട്ടുപൊട്ടി മരിക്കുന്നത്. ചില മോശം കൊടുക്കാനും ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ചിലരെ പ്രൈസലോ, ചിലരെയൊക്കെ നമ്മൾ ചെന്ന് എത്രയോ ആയിരങ്ങളെ നമ്മൾ മോശം പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് മക്കൾ പറഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അപ്പച്ചൻ്റെ ആഗ്രഹം, ഇനി എൻ്റെ മൂത്ത മോൻ വരണം, ഇനി അവൻ വന്നാൽ എനിക്ക് കുറച്ച് കൈമണി തരും എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നവരെ മാനസാന്തരപ്പെടുത്തി സുബോധം വന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എന്നെ വിസ കൊടുത്ത് എത്രയെണ്ണത്തിന് വിട്ടിട്ടുണ്ട് നമ്മൾ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കാരണം ഹൃദയം മുഴുവൻ അത്യാഗ്രഹവും ഇങ്ങനെ പണത്തിനോടുള്ള താല്പര്യം, പലതിനോടുള്ള ആഗ്രഹം കിടക്കുന്നവർ മരിക്കാതെ ഇവിടെ കിടക്കും. പക്ഷേ യാക്കോബിൻ്റെ മരണം നോക്ക്, പിള്ളേരെയൊക്കെ അടുത്ത് വിളിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് കാലെടുത്ത് നേരെ അങ്ങോട്ട് കട്ടിലോട്ട് വെച്ച് ചാരി ഇരുന്ന് ഇതാ ഞാൻ പോവുകയാണ്. യോസേഫ് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ അസ്ഥി നിങ്ങൾ കൊണ്ടുപോകണം. പൗലോസ് പറഞ്ഞു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. നമ്മളെ നിര്യാണകാലം വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ അവനെ വെട്ടി നമ്മൾ കൊല്ലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നമുക്ക് പോകാൻ ഇവിടെ മടിയാണ്. നമ്മൾ ഏതെങ്കിലും തൂണി പിടിച്ച് ഇവിടെ കിടക്കാൻ നമ്മൾ ഇഷ്ടം. ഏതെങ്കിലും കസേര, ചില ആൾക്കാർ ഏതെങ്കിലും കസേര ഇരുന്നാൽ മരണം വരെ ആ കസേര അവർക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലതിനോടുള്ള അത്യാഗ്രഹം, ആർത്തി. ഇന്ന് പകൽക്കാല ഈ ശാപം പൊട്ടണം. ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ്, ഇതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും നല്ലത് മുകളിൽ കിടക്കുക ഇരിക്കുന്നതിനൊക്കെ വേണ്ടി. ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഭവനം സ്വർഗത്തിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രത്നങ്ങളും നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട തെരുവുകളുള്ള സ്ഥലം, അതിഭയങ്കരമായ ദൈവത്തിൻ്റെ സ്വന്തം കരത്തിൽ നിർമ്മിക്കപ്പെട്ട ഭവനം മുകളിൽ കിടക്കുമ്പോൾ ഇവിടത്തെ ചുടുകട്ട ഉണ്ടാക്കിയ 350 പൈസയില കെട്ടിടത്തിനകത്തുനിന്ന് പോകാൻ നിനക്ക് മടി. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നവരത്നങ്ങൾ കൊണ്ടുള്ള ഉണ്ടാക്കിയ ഒരു ഇതുണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? രത്നം പോകട്ടെ, വെള്ളിയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി നവരത്നങ്ങൾ കൊണ്ടുള്ള മതിലുള്ളതും വീതികളും എല്ലാം രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടിരിക്കുക. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഷീറ്റിട്ട വീടാണ് വലിയ വീട്. അതിലിങ്ങനെ പിടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുക നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതാണ് ശാപം, അതാണ് ദാരിദ്ര്യം. ഷീറ്റിട്ട വീട്, എൻ്റെ വീട്, 3 സെന്റ് സ്ഥലവും ഒരു വീടും. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്ക് ലാംബട്ര സ്കൂട്ടർ ചരിച്ച് വെച്ച് 45 ഡിഗ്രി ചരിച്ച് വെച്ച് അടിച്ചാലേ സ്റ്റാർട്ടാവൂ. ലാംബട്ര സ്കൂട്ടർ പണ്ടത്തെ, അവൻ അതിൽ പിടിച്ച് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു അച്ഛൻ്റെ കൂട്ടുകാരനുണ്ട്, പുള്ളിക്ക് ഒരു ചപ്പലുണ്ട്. ഈ ലോകത്ത് അങ്ങേരല്ല വേറെ ആരും അത് ഇടത്തില്ല. അങ്ങേർക്കൊരു കാറുണ്ട്, പുള്ളി അല്ലാതെ വേറെ ആരും ഓടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശാപം പിടിച്ച ആൾക്കാർ, ഈ ലോകത്തെ നശ്വരമായ നശിച്ചു പോകുന്ന പുഴുവും തുരുമ്പും എടുക്കുന്ന ചിലതിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് ചിരി വരും. പിന്നെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഒരു കോട്ടോ സൂട്ടോ ഒരു ഗൗണോ ഒരു സാരിയോ മരണം വരെ ഇവര് പെട്ടിക്കകത്ത് വെച്ച് പാറ്റ എലി എല്ലാം വന്നു തരുന്നാലും ഇത് മനുഷ്യന് കൊടുക്കത്തില്ല. വിഗ്രഹങ്ങളെ പോലെ ആരാധിച്ച് എൻ്റെ കല്യാണത്തിൻ്റെ കോട്ട്, കല്യാണം കഴിഞ്ഞ കുടുംബജീവിതം എങ്ങനെയായിട്ടാണ് അടിച്ച് പിരിഞ്ഞ് തകർന്ന് 4 പാടും കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ പറയണേ എൻ്റെ കല്യാണത്തിന് കേട്ട ഉണക്ക കോട്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കല്യാണത്തിനിട്ട ഞാൻ ഗൗണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഗൗണിട്ട് വന്ന പിശാചിനെ ഹല്ലേലൂയ ഭൂതം പിടിച്ച് 10 ലക്ഷം ഭൂതവും പിടിച്ച ഇതിനെ ഭൂതം മാറ്റാൻ വേണ്ടി 10 ലക്ഷം രൂപ ചിലവായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഇതിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മളെ ദൈവമക്കളായ നമ്മൾ ഒന്നും വിഗ്രഹങ്ങളെ പോലെ ആരാധിക്കരുത്. നമ്മളെല്ലാം കൊടുക്കുന്നവരാകണം. നമുക്ക് ആരെങ്കിലും, ചില ആൾക്കാർ ഗിഫ്റ്റ് ആരെങ്കിലും തന്നാ, എനിക്ക് ഇന്ന ആൾ ഗിഫ്റ്റ് തന്നാൽ ഞാൻ കൊടുക്കത്തില്ല. നീ ദൈവ പൈതലല്ല, നീ പിശാചിന്റെ പൈതല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളാരും, നമ്മൾ ദൈവമക്കളാണോ? നമ്മുടെ കൾച്ചർ മാറണം. നീ പുതിയ സൃഷ്ടിയാണ്, നീ പഴയത് പോയി, നീ എന്നേ പുതിയതായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം മാറി, നമ്മൾ യേശുവിന്റെ മക്കളായി. എന്താണ് യേശു നമ്മളെ പഠിപ്പിച്ചത്? തൻ്റെ അവസാന തുള്ളി രക്തവും എല്ലാവർക്കും കൊടുത്തു. 5 പൈസയുടെ പ്രയോജനം ഇല്ലാത്ത നമുക്ക് കർത്താവ് തൻ്റെ രക്തം കൊടുത്തു, തൻ്റെ ശരീരം കൊടുത്തു, ക്രൂശിൽ തൻ്റെ ബോഡി മുഴുവൻ കൊടുത്തു. പിതാവായ ദൈവം പറഞ്ഞു, എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അതോടുകൂടി ഞാൻ സകലതും നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
എന്റെ പുത്രനെ നിങ്ങൾക്ക് തന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ പിടിച്ചു വെക്കുമോ? ഇല്ല, എല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്, സകലതും. അപ്പൊ ക്രിസ്ത്യാനിയായ നമ്മള് യേശുവിനെ അനുകരിക്കണം. കർത്താവിന്റെ ഹൃദയമുള്ളവരായി മാറണം, പിതാവിന്റെ ഹൃദയമുള്ളവരായി മാറണം. നമ്മളൊന്നും പിടിച്ചു വെക്കരുത്. അതാണ് വചനം പറയുന്നത്, ഒരാൾ വന്ന ഉടുപ്പ് ചോദിച്ചാൽ നീ അത് കൊടുക്കണം. യേശു അതാ പറഞ്ഞത്. ഒരാൾ ഓടി വന്നു, നിന്റെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഇട്ടിരുന്ന വസ്ത്രത്തെ വലിച്ചു കീറിക്കോ? വസ്ത്രം കൊണ്ടുപോയി കർത്താവിൻ്റെ. കർത്താവ് പറഞ്ഞോ, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, എൻ്റെ അഗ്നി മൂന്നാം കണ്ണ് തോന്നിപ്പം നിന്നെ ദഹിപ്പിക്കും പറഞ്ഞോ? ദൂതന്മാരെ ഇറക്കി കർത്താവിനെ, എൻ്റെ അങ്കി എടുത്തവൻ എവിടെ? എല്ലാവരെയും പിടിച്ചോണ്ട് പോടാ, എല്ലാവരും അടിച്ചു കൊല്ല പറഞ്ഞോ? ഇല്ല. നമ്മളാണെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കോഴി വന്ന് ഇവിടെ മുട്ടയിട്ടാൽ ഈ മുട്ട എടുത്ത് ഗോൾഡാണെന്ന് കരുതി നമ്മൾ അകത്ത് വയ്ക്കും. അപ്പുറത്തെ വന്ന് എൻ്റെ കോഴി അകത്തോട്ട് കയറി മുട്ട കാണാനില്ല, കാക്ക കൊത്തിക്കൊണ്ട് പോയിക്കിരി. ഒരു മുട്ട പോലും മോട്ടിക്കുന്ന കള്ള, ഇന്ന് പകല് നിന്നെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ കാണും, ഇതിനകത്ത് ഇത് കാണും. മനസ്സിലായ? ഒരു പ്രാവല വീണാലും ഒരു മുട്ട എന്തായാലും കള്ളവും കപടവും വഞ്ചനയും ചതിയും. നമ്മൾ ദൈവമക്കളാണ്. നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ടാൽ ആരെങ്കിലും നമ്മളെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദേശത്ത് വന്ന ഇന്ന ആൾ എങ്ങനെയുണ്ടെന്ന് കേട്ടാൽ പിന്നെ 2 ചെവിയിൽ പഞ്ഞു വെച്ചാൽ മതി. ഹല്ലേലൂയ. അയ്യോ, ഇന്നലെ അവിടെ അതിര് തർക്കമായിരുന്നു. പ്രൈസ്. നിങ്ങളുടെ ചർച്ചിൽ വരുന്ന ആളാണ് നമ്മാട്ടി എടുത്തുകൊണ്ട് നമ്മൾ കണ്ടവൻ്റെ എന്ത് ചെയ്തു? അതിര് തോണ്ടിയത്. പ്രൈസില്ല. അതിര് തോണ്ടക്കാം, സർവേക്കല്ല് പുഴുവക്കാം, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പ്രൈസ്. എന്നിട്ട് നമ്മളിവിടെ വന്നിരുന്ന് ഭയങ്കര കരമടി, ആരാധന, പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും പോകുന്ന വേറൊരു ചർച്ചിലാണ്, പക്ഷേ ആ പുള്ളി ഇവിടെയാണ് വരുന്നത്. അവൻ കല്യാണം കഴിച്ച ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊണ്ട് വന്നു. അമ്മയും അച്ഛനും കൂടെ ചേർന്ന്, അച്ഛൻ വെറും പാവം, അയാൾക്ക് അവിടെ സൈലന്റ് അവാർഡ് ഫിലിമിലെ നായകനാണ് അച്ഛൻ. അച്ഛന് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല. അമ്മയാണ് വീട് ഭരിക്കുന്നത്. അമ്മ എന്ത് ചെയ്യുന്ന ഈ അമ്മാവി പോരെടുത്ത് ഈ മരുമകളെ അടി, ഉപദ്രവങ്ങൾ, പ്രശ്നങ്ങൾ, എല്ലാ വിഷയങ്ങളും. ഹല്ലേലൂയ. പക്ഷേ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ ഈ അമ്മാവിയും ഈ അപ്പനും ഇതെല്ലാം ചെന്ന് ആരാധനയിൽ ഫ്രണ്ടിൽ ഇരുന്ന് റിമന ഷബര എന്നൊക്കെ പറഞ്ഞ അന്യഭാഷ പറഞ്ഞെങ്കിൽ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പാസ്റ്റർ ഒരു ദിവസം ഫ്രണ്ടിലോട്ട് വിളിച്ച് തലയെ കൈവച്ചപ്പോൾ ഭൂതം ഇളകി, ഉരുണ്ട സർപ്പം എഴയുന്നത് പോലെ അവിടെ ഇഴയുന്നു. സ്തോത്രം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ. ബ്ലെസ്സിങ് ഇല്ല, പോവർട്ടി, ദാരിദ്ര്യം, സ്വഭാവത്തിനൊരു മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വീട്ടിനകത്ത് ദൈവത്തിന്റെ വചനം അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രഹാമും അബ്രഹാമിന്റെ ഭാര്യയും, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം പറയുകയാണ്, അതിഥികളെ സൽക്കരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? അതൊന്ന് വായിച്ചോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം പെട്ടെന്ന് വായിക്കുന്ന. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരം നിങ്ങൾ മറക്കരുത്. 18 വർഷത്തെ 25 വർഷത്തെ ബന്ധനം അഴിഞ്ഞത് വീട്ടിനകത്ത് വന്ന ദൂതന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുക, പറഞ്ഞാട്ടെ, കൊടുക്കുക, ഗിവിങ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ദൈവരാജ്യത്തിന് കൊടുക്കുന്നവരായി മാറണം. ദൈവരാജ്യത്തിന് കൊടുക്കുന്നവൻ ഒരിക്കലും അവൻ ലജ്ജിച്ചു പോകത്തില്ല. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത വീടുകളുണ്ട്. ഞങ്ങളുടെ സഭയിൽ വന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം അബദ്ധം പറ്റി. ഞാൻ പോയി ചെന്ന് കയറി 1.5 മണിക്കൂർ ഇരുന്നിട്ടും അമ്മയും മോളും കൂടെ അകത്തുനിന്ന് വെളിയിറങ്ങി വന്നിട്ട് അവർ പറയുകയാണ്, പാഷ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എനിക്ക് വെള്ളം ദാഹിച്ചിട്ടാണ് അവിടെ കയറിയത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവർ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചോദിക്കില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വലിയ കോടീശ്വരന്മാരാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിനകത്ത് അല്പം തേയില ഇട്ട് തിളപ്പിച്ച് തന്നിരുന്നെങ്കിൽ അവർക്കൊരു വിഷയമില്ലായിരുന്നു. പക്ഷേ അവരത് ചെയ്യാൻ പാടി. കാരണം അകത്ത് ദാരിദ്ര്യം കിടക്കുക, അകത്ത് പൈശാചിക ശക്തി, അകത്ത് പിശുക്കിൻ്റെ ആത്മാവ്. അതിഥി സൽക്കാരം എന്ന് പറയുന്ന സംസ്കാരം അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നില്ല. അവർ പുതിയ സൃഷ്ടികളല്ല. കർത്താവ് അവരുടെ ഉള്ളിലില്ല. യേശു ഉള്ളിടത്ത് ചെന്നാൽ, പണ്ട് നമ്മൾ 5 പൈസ ആർക്കും കൊടുക്കാത്തവരും 1 ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവരും ആയിരിക്കാം. പക്ഷെ അഭിഷേകം നിന്റെ അകത്ത് വന്നാൽ, നിന്നെ കണ്ടാൽ അറിയാം. നിന്റെ വീട്ടിൽ വന്നാൽ നീ അവരെ ഉത്സാഹത്തോടെ ആചരിച്ച് ഉപചരിച്ച്, അതാണ് അഭിഷേകമുള്ളവന്റെ പ്രത്യേകത.
ആത്മനിറവുള്ളവനെ ആരും വചനം പഠിപ്പിക്കണ്ട, കൊടുക്കാൻ പഠിപ്പിക്കണ്ട. അതവന്റെ കൾച്ചറാണ്. യേശു ഉള്ളവന്റെ കൾച്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ഉള്ളവന്റെ കൾച്ചർ എന്താണ്? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പോലെ, പിതാവിനെ പോലെ എല്ലാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക. ഒന്നും പിടിച്ചു വെക്കാത്ത ഒരു മനോഭാവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, എന്നെ ദൈവം തന്നു, എന്നെ ദൈവം അനുഗ്രഹിച്ചു, ഇത് എൻ്റെ ദൈവരാജ്യത്തിനാണ്. ഒരു താഴ്മയുള്ള ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും പി വി ആശാരി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഞാൻ ഈ ഓപ്പോസിറ്റുള്ള കൺവെൻഷൻ സ്ഥലത്ത് എനിക്കൊരു കൺവെൻഷൻ വയ്ക്കണം, ഒരു ഗ്രൗണ്ടിനകത്ത് കൺവെൻഷൻ വയ്ക്കണം. അതുകൊണ്ട് ആ കടക്കാരനോട് ചോദിച്ചു, ഞാൻ ഈ കൺവെൻഷൻ നടത്തണമെങ്കിൽ 10,000 രൂപ, അന്നത്തെ പണ്ടത്തെ കാലത്ത് ഒരു 3,000 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പുള്ളി രക്ഷിക്കപ്പെട്ടവനല്ല, ഹിന്ദുവാണ്. അവൻ പറഞ്ഞു, തനിക്ക് ഇവിടെ കൺവെൻഷൻ വെച്ച് കോല കിടന്ന് വിളിച്ച് ഹല്ലേലൂയ സ്തോത്രം വിളിക്കാനും വെള്ളം ഉണ്ടാക്കാനും ഞാൻ ഇനി പൈസ തരണം അല്ലേ? ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്, ഓർഡറാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പി വി ആശാരി ഓക്കെ, ദൈവം തന്നെ നല്ല ആരോഗ്യവും നല്ല ഇതുള്ള ആള്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് പി വി ആശാരി കണ്ടു. നല്ല ആരോഗ്യം, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ്റെ ബ്ലഡ്. അതുകൊണ്ടാണ് അഭിഷിക്തനെ അടിക്കാൻ വേണ്ടി ഓടിച്ചത്. അപ്പോൾ അപ്പുറത്തെ കടയിൽ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട കടക്കാരൻ, അവൻ ചാവാറായിരിക്കുന്നു, അവൻ ഉണങ്ങിയിരിക്കുകയാണ്, അവൻ്റെ ഹൃദയമിടിപ്പൊന്നും കാണാനേ ഇല്ല. അയാൾ പറഞ്ഞു, 3 മാസം കൊണ്ട് ഞാൻ മരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആശാരിയെ, എനിക്കിനി ജീവിച്ചിട്ട് വലിയ കാര്യം, ഞാൻ മരിക്കും, നിങ്ങളുടെ കൺവെൻഷനെങ്കിലും ദൈവകാര്യമെങ്കിലും നടക്കട്ടെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻ 10,000 രൂപ എല്ലാം കൂടെ എടുത്തങ്ങ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പി വി ആശാരി പറഞ്ഞു, കൊള്ളാം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ കൂടെ ഡോക്ടർ എന്ത് പറഞ്ഞു? 3 മാസം മരിക്കുമെന്ന്. അപ്പോൾ പി വി ആശാരി, ഞാൻ പറയുന്നു നീ മരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ കണ്ടാ എഴിച്ചു നിൽക്കാൻ വയ്യ, ഊതിയാ പറന്നു പോകും. പക്ഷേ അപ്പുറത്തെ കടക്കാരനുണ്ടല്ലോ, അവ എന്നെ അടിക്കാൻ ഓടിച്ചവന്റെ ചങ്ക് സൂപ്പർ ചങ്ക, ഇരട്ട ചങ്കുള്ളവനായി. അവന്റെ ചങ്ക് നിന്നിലോട്ട് വരും, നിന്റെ ചങ്ക് അങ്ങോട്ടും പോട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇവന്റെ ഈ ഉണക്ക ഇടിച്ചിരിക്കാൻ വയ്യാത്തവന്റെ ഹാർട്ട് അങ്ങോട്ടും പോയി, മറ്റവന്റെ ഇടിച്ച് പവർഫുള്ളായി ഇരട്ട ചങ്ക് ഇങ്ങോട്ടും വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന് കൊടുക്കുന്നവൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്, കൊടുക്കാത്തവൻ തട്ടിപ്പോയി 3 മാസം കഴിഞ്ഞപ്പം. ഇന്ന് പകല് ദൈവമക്കളെ, നമുക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ, നിന്റെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹാർട്ട് അതുപോലെ നിൽക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ദശാംശം കൊടുക്കുന്നതിന് നമ്മൾ കള്ളത്തരം കാണിക്കരുത്. 2ാമത് വചനം പറയുന്നു, ഓഹരി കൊടുക്കണം. വായിച്ചോ, ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6, 7, 8 വായിച്ചോ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ദശാംശം പോലും കൊടുക്കാത്തവർക്കാണ് അടുത്ത വചനം വായിക്കുന്നത്. അടുത്ത പ്രൊമോഷൻ, അടുത്ത ലെവല്. ദശാംശം പോലും കൊടുക്കാത്ത ആൾക്കാരോടെ ഞാൻ പ്രസംഗിക്കുന്നത് ഓഹരി കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 100 രൂപയ്ക്ക് 10 രൂപ കൊടുക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഇനി ഓഹരിയുടെ കാര്യം പ്രസംഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിൽ വലിയ ഇതുണ്ട്, ഓരോ സ്റ്റെപ്പുണ്ട്. ദശാംശം, ഓഹരി, വിശ്വാസത്താൽ പ്രാപിക്കുന്നത്, പിന്നെ രാജ്യങ്ങളെ പ്രാപിക്കുന്നത്. നമ്മളൊന്നും ചെയ്യാതെ ഈ 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നത് നീ പണിയാത്ത ഭവനം, നീ നനയ്ക്കാത്ത തോട്ടം, നീ കുഴിക്കാത്ത കിണർ വരെ നിന്റെ കൈ കൊണ്ട് തരും. പക്ഷെ ആ ലെവലിൽ കയറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 1ാമത് നീ ദശാംശം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പിച്ചക്കാരൻ വന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പിച്ചക്കാരൻ വന്നാൽ അവൻ്റെ കയ്യിൽ മറ്റേ ഷോപ്പിംഗ് മെഷീൻ വരെ ഉണ്ട് അവൻ്റെ കയ്യിൽ. പ്രൈസ്. അവൻ പിന്നെ ATM കാർഡാണ് ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് 3 50 പൈസ അല്ല ചോദിക്കുന്നത്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ നിനക്ക് ഇങ്ങോട്ട് തരാം. പ്രൈസ്. ഈ 10 രൂപ എനിക്ക് വേണ്ട. പ്രൈസ്. നിന്റെ കയ്യിലുള്ള ATM കാർഡ് എടുക്കുക, ഞാൻ സ്വൈപ്പ് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ വരുമ്പോൾ, നിങ്ങൾ സ്തോത്രപ്പെട്ടിക്കകത്ത് നിങ്ങൾ നോക്കണം, കീറിയ നോട്ട്, പഴവിയ നോട്ട്, പിച്ചക്കാർ പോലും എടുക്കാത്ത നോട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നൊക്കെ നിങ്ങൾക്ക് നാണം ഉണ്ടായിട്ടുണ്ടോ? കർത്താവിനാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, അതോ സഭയ്ക്കാണ് കൊടുക്കുന്നത്, ചർച്ചിനാണോ കൊടുക്കുന്നത്, പാഷന്മാർക്കാണോ കൊടുക്കുന്നത്, അതോ യേശുവിന് കൊടുക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? പ്രൈസ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും യേശു ക്രിസ്തു 2ാം തരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ? കർത്താവ് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? നിങ്ങളെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരുന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ദൈവത്തെ അപമാനിക്കുന്നു, കൊടുത്ത് അപമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ലോകത്ത് ഒരു മനുഷ്യനും എടുക്കാത്ത നോട്ടുകളാണ്
കർത്താവിനെ ദൈവത്തിന് എന്താ പൈസ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ 1 രൂപ 2 രൂപ തുട്ടുകൾ 10 രൂപ. പക്ഷേ പ്രൈസലോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എത്ര ആയിരം, ഒരു ഹോട്ടലിൽ കയറിയാൽ 3000 10,000 ലക്ഷമോ വേണമെങ്കിലും നമ്മൾ ചിലവഴിക്കും തിന്ന് മരിക്കാൻ വേണ്ടി, BP കൊളസ്ട്രോളും ഷുഗറും കയറാൻ. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ നമ്മളൊന്നും എത്ര വേണോ കഴിച്ചോ, എന്ത് വേണോ കഴിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ 10,000 3,000 2,000 എത്ര ആണെങ്കിലും വല്ലപ്പോഴേക്കല്ലേ ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കഴിക്കാം. പക്ഷേ ചർച്ചിൽ ഇട്ടിട്ട് പോയത് 10 രൂപ കീറിയ തോട്ട. ദൈവം ഉടനെ അവിടെ മുകളിൽ എഴുതിയത് നിന്റെ കാര്യത്തിൽ ഞാൻ റെഡിയാക്കി തരാം. അടുത്ത മാസം നോക്കുമ്പോൾ ഫാറ്റി ലിവർ, പിന്നെ നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഹൈ, അടുത്ത മാസം നോക്കുമ്പോൾ BP ഹൈ, പിന്നെ നോക്കുമ്പോൾ 2000 ഷുഗർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കാരണം? നീ ചെയ്ത പ്രവൃത്തി നിന്നെ തേടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ബൂമറാങ് പോലെയാ നിന്റെ പ്രവൃത്തി, നീ വിതച്ചത് അതുപോലെ നിന്നെ തേടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ വലിയ മാനസാന്തരം വേണം. ദശാംശം കഴിഞ്ഞാൽ അടുത്ത വചനം പറയും, നമ്മളോട് ദശാംശത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പുതിയ നിയമവിശ്വാസിയോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഓഹരിയാണ്. നിന്നെ വചനം പഠിപ്പിക്കുന്നവന് നിന്റെ നന്മയുടെ ഓഹരി കൊടുക്കണമെന്ന്. അതായത് 100 രൂപയ്ക്ക് 50 രൂപ ഉള്ള 10 രൂപ കൊടുക്കാത്തവരാണ് ഇനി 50 രൂപ കൊടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അങ്ങോട്ടും മുന്നോട്ടൊന്നും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ചെന്ന് കാത്തുകെട്ടി കിടക്കാതിരിക്കണമെങ്കിൽ, ഒരു വൈദ്യൻ്റെ അടുത്ത് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ ഒന്നാമത് ദൈവരാജ്യം പണിയുന്ന കാര്യത്തിൽ നമ്മൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നമ്മുടെ ഒരു കൾച്ചർ, കൊടുക്കുന്നത് ഒരു കൾച്ചറായി മാറണം. ഗിവിങ് മെന്റാലിറ്റി ഉള്ളവരായി നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഒന്നും പിടിച്ചു വെക്കരുത്, പിശുക്കുള്ളവരാകരുത്. ഹൃദയം വിശാലമായി ദൈവരാജ്യത്തിന് വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ സാലറി വർദ്ധിക്കും, നിങ്ങളുടെ പ്രൊമോഷൻ ഉണ്ടാകും നിങ്ങൾക്ക്. ഞാൻ സൗദി അറേബ്യയിൽ ശുശ്രൂഷിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള മലയാളികൾ, ഇവിടെ നിന്ന് UK പോകുന്ന, അമേരിക്ക പോകുന്നവർ, പിന്നെ സൗദിയിൽ പോകുന്നവർ, ദുബായിൽ പോകുന്നവർ, സിംഗപ്പൂരിൽ പോകുന്ന, മലേഷ്യ, എല്ലായിടത്തും ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇവിടത്തെക്കാളും കഷ്ടമാണ് അവിടെ. കാരണം എന്താണെന്നറിയാം, ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മലയാളികളൊക്കെ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കാനഡയിൽ പോകുന്നു, പല രാജ്യങ്ങളിൽ പോകുന്നു, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ദാരിദ്ര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ കർത്താവ്, എന്ത് ഭയങ്കര ഭാഗ്യമായിട്ട് സന്തോഷം, നമ്മൾ ഇവിടെ ജീവിക്കുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ കാനഡയിലാണ്, ദുബായിലാണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെക്കാളും ദാരിദ്ര്യവാസികളായിട്ട് അവിടെ കിടക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഉള്ളവൻ തന്നെയാണ് അവിടെയും. അവൻ്റെ ഹൃദയം മാറുന്നില്ല, രാജ്യം മാറുന്നേ ഉള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇവിടുത്തെ പിശുക്കനും ഇവിടുത്തെ പിന്നെ ലോക പിശുക്കനായവൻ തന്നെയാണ് അവിടെയും. ദൈവം എന്ത് ചെയ്തു? ഇന്ത്യൻ റുപ്പീസിൽ നിന്ന് അവനെ കാനഡ റുപ്പീസ് അല്ലെ US ഡോളറിലോട്ട് മാറ്റി. പക്ഷെ ഇവൻ്റെ മൈൻഡ് മാറിയില്ല. ഇവൻ്റെ മൈൻഡ് ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യൻ റുപ്പീസിനകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ലൈഫിൽ പ്രൊമോഷൻ വേണോ? US ഡോളർ നിന്റെ കയ്യിൽ വേണോ? നിന്റെ ഹൃദയം മാറണം. നിന്റെ ദാരിദ്ര്യമുള്ള ഹൃദയം മാറണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുമ്പോൾ നിന്റെ സ്ഥിതി മാറും. നീ രാജപുരോഹിത വർഗമായി മാറും. നീ രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങും. നീ രാജ്യങ്ങളെ ഭരിക്കാൻ തുടങ്ങും. നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിലുള്ള ലോണുകൾ മാറും. നിന്റെ കടഭാരം മാറും. നിന്റെ ദാരിദ്ര്യം മാറും. നിന്റെ പേരിൽ പ്രമാണങ്ങൾ നീ എഴുതും. പ്രൈസ്. നിന്റെ മക്കൾക്ക് നീ ഓഹരികൾ കൊടുക്കുന്ന വ്യക്തിയായി മാറും. നിന്റെ സ്ഥിതി മാറണമെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഹൃദയം മാറണം. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ഹൃദയം, ചെറിയ ചിന്താഗതികൾ നമ്മൾ മാറ്റണം. എന്നിട്ട് യേശുവിനെ പോലെ വലിയ ഹൃദയമുള്ളവരായി നമ്മൾ മാറുമ്പോൾ ഇന്ന് പകൽ നിന്നെ, നിന്റെ തലമുറയെയും ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകല് വിശ്വസിക്കാൻ പറ്റും? എന്റെ സ്ഥിതി മാറാൻ പോകുന്നു, എന്റെ ലൈഫിൽ മാനസാന്തരം ഉണ്ടാകാൻ പോവുകയാണ്, തീരുമാനം ഞാൻ എടുക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണം, ദശാംശം പോലും കൊടുക്കാത്ത പാപം എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ദൈവസഭയ്ക്കും ദൈവസന്നിധിയിലും വിശ്വസ്തനായിരിക്കേണ്ടതിന് ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. എന്റെ ഇല്ലായ്മകളെയും എന്റേതായ വിഷമങ്ങളും ഭാരങ്ങളും അവിടെ കിടക്കുമ്പോൾ
തന്നെ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ദൈവം എനിക്ക് തന്ന വരുമാനങ്ങളും ബിസിനസ്സുകളും ദൈവം എന്റെ കരങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിൽ കൃത്യമായി ദൈവത്തിന്റെ ആലയത്തില് ദൈവസന്നിധിയില് ഞാൻ വിശ്വസ്തനായി ദശാംശം കൊടുക്കുന്നവനായി, ഓഹരി കൊടുക്കുന്നവനായി, ദൈവരാജ്യം പണിയുന്നവനായി ഒരു യോസേഫിനെ പോലെ ഞാൻ ആയിത്തീരുമെന്ന് എത്ര പേർ വിശ്വസിക്കാൻ സാധിക്കും? എത്ര പേർ മാനസാന്തരപ്പെടാൻ സാധിക്കും? ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുമെന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഇപ്പോൾ നമ്മൾ വിശ്വാസത്താൽ വിതയ്ക്കാൻ പോവുകയാണ്. എന്തിനാ വിതയ്ക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ശാപങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന, നിങ്ങൾ ദശാംശം കൊടുക്കാത്തവരും ഓഹരി കൊടുക്കാത്തവരുമായി ദൈവസന്നിധിയിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് ഒത്തവണ്ണം വിശ്വസ്തത കാണിക്കാത്തത് കൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കവും വേദനയും തകർച്ചയും ശാപവും പൊട്ടേണ്ടതിന് വിശ്വാസത്താൽ നിങ്ങളുടെ കരങ്ങളിലുള്ളതിനെ ഇപ്പോൾ എടുക്കാം. ബൈ ഫെയ്ത്തിൽ നിങ്ങൾ നടന്ന് വീട്ടിൽ പോകേണ്ടി വന്നാലും ഇന്ന് നിങ്ങളുടെ ശാപം പൊട്ടിച്ചിരണം മുകൾ പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ഏറ്റവും മേത്തരമായത് നിങ്ങളുടെ കരങ്ങളിൽ എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അത് വിതയ്ക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി കരങ്ങളെടുത്ത കരങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ നന്മകള് കരങ്ങളെടുത്ത കരങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ നന്മകളും കർത്താവേ, അതെന്താണെങ്കിലും, അത് പണമാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും നീ വിതയ്ക്കുന്നത് 100 മടങ്ങ് നിന്റെ കരങ്ങളിൽ മടക്കി തരുന്ന ദൈവം, ഇന്ന് പകൽക്കാലം നിന്റെ സ്തുതി മാറ്റുന്ന ദൈവം ഈ ശാപങ്ങളെ ഇന്ന് പകൽ പൊട്ടിച്ചെറിയുന്നു. ഒരു വലിയ അസാധാരണ ഡെലിവറൻസ് വെളിപ്പെടാൻ പോകുന്നു. ആ ശാപങ്ങൾ പൊട്ടാൻ പോകുന്നു. കരങ്ങളിലുള്ള ഹൃദയത്തിനകത്തുള്ള ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റുകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. അനേകരുടെ നന്മകളെ തടയുന്ന പൈശാചിക ശക്തികൾ, അനേകരുടെ വരുമാനങ്ങളെ മോഷ്ടിക്കുന്ന, അനേകരുടെ സമ്പത്തിനെ മോഷ്ടിക്കുന്ന, അനേകരുടെ ആരോഗ്യത്തെ മോഷ്ടിക്കുന്ന, അനേകരെ കടക്കാരാക്കിയ, ലോൺ എടുപ്പിച്ച് കടങ്ങളും കടബാധ്യതകളും ഉണ്ടാക്കിയ, എത്ര ലക്ഷം രൂപ കയ്യിൽ വന്നാലും അത് ശൂന്യമാക്കി കളയുന്ന ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് ബ്രേക്കാകുകയാണ്. ഇപ്പോൾ അത് കെട്ടുകൾ പൊട്ടട്ടെ, ആ ശാപങ്ങൾ പൊട്ടട്ടെ, ആ കേസുകൾ ബ്രേക്കാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്നതിന് വിരോധമായി വ്യാപരിക്കുന്ന സർപ്പശക്തികളെ യേശുവിൻ നാമത്തിൽ, ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ I break in the name of Jesus.